ജീവിതത്തിന് മുതൽക്കൂട്ടാകുകയും വേണം. ഈ വിധത്തിൽ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കണം. കഴിഞ്ഞകാല അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും മൗലിയാക്കന്മാരും മഹാന്മാരും മുഴുവനും മരണത്തെക്കുറിച്ച് ചിന്തിച്ച് കരയുകയും എത്രത്തോളം ഉസൈദ് ഇബ്നു ഹുളൈർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മരണത്തെ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ഒരു മയ്യത്ത് കണ്ടാൽ തൻ ബോധം കെടും. ആ ബോധത്തിൽ നിന്ന് തെളിയുമ്പോൾ തൻ്റെ ശരീരം മൊത്തം വേദനിക്കുന്നുണ്ടാവും. ഒരിക്കൽ ഒരാൾ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടതിൻ്റെ പേരിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അബോധാവസ്ഥയിലായി മാറുകയും ആ അബോധാവസ്ഥ തെളിയാതെയാണ് ഉസൈദ് ഇബ്നു ഹുളൈർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എന്നാണ് ചരിത്രം. അത്രത്തോളം സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രമുഖന്മാരാണ് ഇവര്. മരണമെന്നത് ഒരു എളുപ്പമുള്ള വിഷയമല്ല. ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതാണ്. സഹിക്കാനാവാത്ത, പരിഹരിക്കാൻ കഴിയാത്ത അനവധി കടമ്പകൾ കടന്നു പോകാനുള്ളതാണ് മരണം എന്നത്. അതിൻ്റെ വേദനകളും അസ്രായീലിന്റെ വരവും മലായിക്കത്തുൽ കിറാമിന്റെ ആ കൈകാര്യങ്ങളെല്ലാം കൂടി ചിന്തിച്ചാൽ നമ്മുടെ ഈ വിഷയമൊന്നും എവിടെയും പറഞ്ഞ് എത്തിക്കാൻ കഴിയില്ല. ആ വിഷയത്തിലൊക്കെ സീഡികളുണ്ട്. മരണസ്മരണ എന്ന വിഷയത്തിൽ 5 മണിക്കൂർ നീണ്ട ഒരു CD ഉണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് പറയുന്നുണ്ട്. അത് കേട്ടാൽ ഞാൻ ഇത് നീട്ടിക്കൊണ്ടുപോകണ്ട എന്ന നിലക്ക് അത് സമയം കിട്ടാൻ വേണ്ടി അത് പറയണം. അതെല്ലാം കൂടി ഇവിടെ ആവർത്തിക്കണ്ടല്ലോ എന്ന നിലക്ക്. ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്നത് 500 മലക്കുകൾ കൂടിയിട്ടാണ്. 500 മലക്കുകളിൽ 250 മലക്കുകൾ ഒരു സൈഡിൽ നിൽക്കും, 250 മലക്കുകൾ മറ്റേ സൈഡിലും നിൽക്കും. വലതും ഇടതും ഭാഗങ്ങളിൽ 500 മലക്കുകൾ നിന്നിട്ട് 50 മലക്കുകൾ കാലിന്റെ തള്ളവിരൽ മുതൽ പിടിച്ച് ഞെരിയാണി വരെ കൊണ്ടുവന്ന് അവരങ്ങ് മാറി നിൽക്കും. അവിടെ മുതൽ കാൽ മുട്ട് വരെ 50 മലക്കുകൾ പിടിച്ച് അവരങ്ങ് മാറി നിൽക്കും. അപ്പൊ ഇടത് സൈഡിലും അതുപോലെ തന്നെ 50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായി കാൽ മുട്ട് വരെ എത്തിച്ച്, നടുവരെ എത്തിച്ച്, കഴുത്ത് വരെ എത്തിച്ച്, 2 കൈകളിൽ നിന്നൊക്കെ 50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായി പിടിച്ച് കൊണ്ടുവന്ന് തൊണ്ടക്കുഴിയിൽ എത്തിക്കും. തൊണ്ടക്കുഴിയിൽ എത്തിക്കുമ്പോൾ ഈ മനുഷ്യന്റെ ഒരു വേദന, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നത്, മരണത്തിന്റെ വേദനയെ ഒരു മനുഷ്യന് അളക്കാനോ തൂക്കാനോ കഴിയുന്നതാണെങ്കിൽ അതിൽ നിന്ന് ചതുരശ്ര മില്ലിമീറ്റർ കിട്ടിയാൽ സാധാരണക്കാരനെ മനസ്സിലാകാൻ വേണ്ടി ഒരു കടകമണിയുടെ അത്ര കിട്ടിയാൽ, അതിനേക്കാളും താഴ്ന്ന അളവാ പറഞ്ഞത്, ഒരു ചെറിയ കടകമണിയുടെ അത്ര മരണത്തിന്റെ വേദന അളക്കാനും തൂക്കാനും കഴിയുന്നതാണെങ്കിൽ അതിൽ നിന്ന് ലഭിച്ചാൽ ദുനിയാവിലുള്ള ഏറ്റവും വലിയ ഒരു പർവ്വതത്തിന്റെ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ ആ കടകമണി ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് വീഴേണ്ട താമസം ആ പർവ്വതം ഉരുകി ഒലിച്ചു പോകും എന്നാണ്. അപ്പോൾ ആ മരണത്തിന്റെ വേദന എല്ലാം കൂടി ഒന്ന് സമാഹരിച്ചതിന്റെ കണക്ക് ചിന്തിക്കുവാനോ ഊഹിക്കുവാനോ മനസ്സിലാക്കുവാനോ വിവരിച്ചു കൊടുക്കുവാനോ കഴിയുന്നതല്ല. ഇത് ഒരു മനുഷ്യന്റെ കഴുത്തിൽ വരെ എത്തിച്ചിട്ട് ഈ മലക്കുകൾ എന്ത് ചെയ്യുമെന്നോ അതിനെ വീണ്ടും താഴോട്ട് തന്നെ ഇടും. കാലിന്റെ ഞെരിയാണി വരെ, അതിന്റെ തള്ളവിരൽ വരെ എത്തും. 99 തവണ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് കാണാം. എന്നിട്ടേ മരിക്കുള്ളൂ അത്രേ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മരണം സന്തോഷമാണ് ആയിഷ. ആയിഷ ബീവി പറഞ്ഞു, തങ്ങൾ പറഞ്ഞു തന്നതനുസരിച്ച് മരണം ഒരിക്കലും സന്തോഷമോ സഹിക്കാൻ കഴിയുന്നതോ അല്ല. അല്ല ആയിഷ, മരണം സന്തോഷമാണ്. അല്ലാഹു റസൂൽ വിശദീകരിച്ചു, ഈ ഘട്ടമാണ് സഹിക്കാൻ കഴിയാത്തത്. ഈ കഴുത്ത് വരെ, തൊണ്ടക്കുഴി വരെ എത്തുന്ന രംഗമാണ് സഹിക്കാൻ കഴിയാത്തത്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഇസ്രായീൽ അലൈഹിസ്സലാം കഴുത്ത് മുതൽ തൊണ്ടക്കുഴിയിലേക്ക് എത്തിയ ഈ സാധനം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പിരിച്ചെടുക്കുന്നത് ഇസ്രായീലിന്റെ ഡ്യൂട്ടിയാണ്. അത് സന്തോഷമാണ്. അവിടം വരെ എത്തിക്കിട്ടുക. അത്രയും കഠിനമായതാണ് മരണം. സെക്കൻഡ് കൊണ്ട് മരിക്കുകയാണെങ്കിലും അത് അനുഭവിച്ചേ മരിക്കുള്ളൂ. ഏത് മനുഷ്യനും അത് അനുഭവിച്ചിട്ടാ മരിക്കുക. അത് വേദന കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നു മാത്രം.
സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഇച്ചിരി നിദാരമായി കിട്ടും. ആ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരട്ടെ. അവന്റെ കൃപയല്ലാതെ വേറെ ഒന്നും നമുക്കില്ല. ഈ മരണത്തിന്റെ വേദന നിസ്സാരമായി കിട്ടാൻ റബ്ബിന്റെ കൃപ അതെപ്പോഴും ചോദിക്കുക. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ദ്വാരക്കുന്നതിലൊക്കെ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സക്കറാത്തിൽ മൗത്ത്. ആമീൻ പറയാൻ നമുക്ക് സമയമില്ല. ആ നിസ്കാരത്തിൽ ഇമാമ് നിന്ന് ദ്വാരക്കുമ്പോ പടച്ചവനെ ആ കഠിനമായ മരണത്തിന്റെ സക്കറാത്തുൽ മൗത്ത് നിസ്സാരമാക്കി തരണേ എന്ന് പറയുമ്പോ ഈ ഒരുമിച്ചുകൂടിയ മോമിനീങ്ങൾ എല്ലാം കൂടി റബ്ബിലേക്ക് സമർപ്പിക്കുന്ന ഒരു ഒരുമിച്ചുകൂടിയ പ്രാർത്ഥനയ്ക്ക് ഒരു ആമീൻ പറയാൻ നമുക്ക് നേരമില്ല. നമ്മൾ പോണത് അപ്പോഴും ദുന്യാവിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ടാണ്. ആ ദുന്യാവുമായുള്ള കെട്ടിപ്പിണിഞ്ഞ ശ്രമമാണ്. മരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബിന്റെ കൃപ തന്നെ, അല്ലാതെ എന്തു പറയാൻ ആ സമയത്ത്. ഇങ്ങനെ മരണത്തിന്റെ ഭീകരതകൾ പറഞ്ഞാൽ കുറേയധികം പറയാനുണ്ട്. കുറച്ചൊന്നുമല്ല, ഡസൻ കണക്കിനാണ് കിതാബുകളിൽ എണ്ണീക്കണം. മരണത്തിന്റെ വേദന, അസ്രായീലിന്റെ വരവ്, നമ്മൾ അവയവങ്ങൾ സലാം ചൊല്ലി പിരിയും. ഓരോ അവയവങ്ങളും തമ്മിൽ സലാം ചൊല്ലി പിരിയും. അത് ഈ മരിക്കണ മനുഷ്യൻ കാണും. അവൻ ഇന്ന് വരെ ചെയ്തത് മുഴുവനും അവന്റെ കൺമുമ്പിൽ കാണിക്കുന്ന, വലത്തെ കണ്ണിന്റെ നേരെ നന്മയും ഇടതേ കണ്ണിന്റെ നേരെ തിന്മയും പ്രദർശിപ്പിക്കപ്പെട്ട അത് മുഴുവനും കണ്ടിട്ടേ മരിക്കുള്ളൂ. അത് കണ്ടതിന്റെ പിന്നിൽ ഈ വലത് കണ്ണിന്റെ നേരെ നന്മകൾ കാണിച്ചു കൊടുത്താൽ അതിന്റെ പുറകിൽ അവന് ചെയ്ത നന്മയുടെ ഫലമായി പോകാനുള്ള സ്വർഗവും, ഇടതു കണ്ണിന്റെ നേരെ അവൻ ചെയ്തു കൂട്ടിയ തിന്മകൾ കാണിച്ചു കൊടുക്കുകയും തിന്മയാ കൂടുതലെങ്കിൽ അതിന്റെ പിന്നിൽ പോകാനുള്ള നരകവും കാണിച്ചു കൊടുത്തിട്ട് ഇത് രണ്ടും കണ്ടിട്ട് നമ്മൾ പറയുന്നത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിപ്പിച്ചു തരണേ എന്ന് നമ്മൾ ദ്വാരക്കുന്നത് അതാണ്. ഇത് രണ്ടും കണ്ടിട്ടേ മരിക്കോളൂ. ഏതൊരു മനുഷ്യനും ഈ ദുന്യാവൊന്ന് മരിക്കുമ്പോൾ അവന് പോകാനുള്ള ഭവനം മനസ്സിലാക്കിയിട്ട് ഇത്രയും കാലം അവൻ ജീവിച്ചത് സത്യപ്രസ്ഥാനത്തിലാണോ അതോ അസത്യപ്രസ്ഥാനത്തിലാണോ, സത്യം ഏത് എന്ന് ബോധ്യപ്പെട്ടിട്ടും മാത്രമേ ഒരു മനുഷ്യൻ മരിക്കുള്ളൂ. ഏത് മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ ഞാൻ ഇതുവരെ നിലകൊണ്ട പ്രസ്ഥാനം സത്യമാണോ, ഇസ്ലാമാണ് സത്യം, അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് എന്തു പറയും, ഞാൻ മുസ്ലിം ആയിക്കോളാന്നൊക്കെ പറയും. പക്ഷെ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തലോട് കൂടി ഇത് സ്വർഗവും നരകവും കണ്ട് ബോധ്യപ്പെട്ട ഈ മനുഷ്യൻ സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ മുസ്ലിം ആയിക്കോളാന്ന് പറഞ്ഞാൽ അവിടം വെച്ച് അല്ലാഹു സ്വീകരിക്കില്ല. തൗബാന്റെ വാതിൽ അവിടെ വെച്ചടഞ്ഞു. അതുവരെ എന്താ പറയാ, ഫിർഔന് പോലും എന്തു പറഞ്ഞു, ആമന്നാ ബി റബ്ബി മൂസാ, മൂസാ നബിന്റെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. മൂസാ നബി റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് ഫിർഔന് നടുക്കടലിൽ കിടന്നാ പറയുന്നത്. അത് ബഅസിന്റെ ഈമാനാണ് എന്നാ. അതിന് മുത്തഫരിദിൽ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ബഅസിന്റെ ഈമാൻ സ്വീകരിക്കൂല. 10 കിതാബിലൊക്കെ ഉണ്ടല്ലേ പറയുന്നത്. ബഅസിന്റെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ കൽബിന്റെ അകത്ത് കിടക്കണ കാര്യമല്ലേ, വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ലേ. ഒരാൾക്ക് ഈമാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമല്ലേ അറിയാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഫിർഔൻ എന്ത് പറഞ്ഞു, ആമന്നാ ബി റബ്ബി മൂസ എന്ന് നടുക്കടലിൽ കിടന്ന് മരിക്കാൻ നേരത്ത് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ട് വിശ്വസിക്കണ വിശ്വാസത്തിന് ബഅസിന്റെ ഈമാൻ എന്ന് പറയാം. അന്നേരത്ത് അവൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ആരെപ്പത് കേട്ടു? അതെങ്ങനെ ബഅസിന്റെ ഈമാനാണെന്ന് അത് അള്ളാഹ് അങ്ങനെ പറഞ്ഞെന്നതുകൊണ്ട് നമ്മളെ വിശ്വസിക്കുകയാണ്. അതാണ് ഇതിന്റെ മറുപടി. അള്ളാഹു നമുക്ക് എന്ത് പറഞ്ഞു തന്നു? ഫിർഔൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് അള്ളാഹ് വിശദീകരിച്ചു തന്നു, നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കി തന്നു. അപ്പോഴാണ് ഫിർഔൻ അങ്ങനെ ബഅസിന്റെ ഈമാൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയണത്. അപ്പൊ ആ ബഅസിന്റെ ഈമാൻ സ്വീകരിക്കപ്പെടില്ല. റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിയ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ മുമ്പ് ആവണം ആ സംഗതികളൊക്കെ. അപ്പൊ മരണം ഒരു നിസ്സാരമായി കാണേണ്ട വിഷയമല്ല, പേടിക്കണ്ട. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സദസ്സിൽ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ മൂപ്പരങ്ങട്ട് ബോധം കെട്ടിട്ട് സർവ്വസന്ധികളും വേദനിച്ചിട്ട് രോമാഞ്ചമുണ്ടായി താൻ കിടുകിട വിറക്കുമായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ സ്വാലിഹായ തഖ്വയുള്ള മുത്തഖിയായ 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഇടയ്ക്കിടെ പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് ഖബറിനെ പറ്റി വഅദ് പറയിപ്പിച്ചിട്ട്, മരണത്തെ പറ്റി വഅദ് പറയിപ്പിച്ചിട്ട് ആ സദസ്സിൽ കൂടിയ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഭരണാധികാരികളും അമീറന്മാരും പ്രവർത്തകരും മുഴുവനും കുടുകുടാ പൊട്ടിക്കരയുമായിരുന്നു. അതിനായിട്ട് മൂപ്പര് സദസ്സ് സംഘടിപ്പിക്കും.
ഖബറിനെ പറ്റി, മരണത്തെ പറ്റി വാത് പറയാനായിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് സദസ്സ് സംഘടിപ്പിക്കുമായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം മരണത്തെക്കുറിച്ച് ഓർത്തിട്ട് മരിക്കോലോ റബ്ബേ, മരിക്കണ സമയത്ത് ഈമാൻ കിട്ടി മരിക്കോ ഇല്ലേ എന്ന് പേടിച്ചിട്ട് ദാവൂദ് നബി അലൈഹിസ്സലാം അംബിയാഇന്റെ നുബൂവത്ത് അസ്ൽ ചെയ്യൽ മുഹാലാന്നാ നമ്മൾ കിതാബിലൊക്കെ പഠിച്ചത്. നുബൂവത്ത് അസ്ൽ ചെയ്യൽ മുഹാല. ഒരാളെ നബിയായി അല്ലാഹു തആല നിശ്ചയിച്ചാൽ അദ്ദേഹത്തിന്റെ നുബൂവത്ത് അദ്ദേഹത്തിൽ നിന്ന് ഊരിക്കളയില്ല. ദാവൂദ് നബി പേടിക്കുകയാണ്, മരിക്കണ സമയത്ത് ഈമാൻ കിട്ടുമോ, മരണം എന്നൊരു സംഗതി കടന്നു കഴിഞ്ഞു പോകാനുണ്ടല്ലോ എന്നാലോചിച്ച് സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് ആ കിടന്ന് കരഞ്ഞ സ്ഥലത്ത് കണ്ണീർ കണങ്ങൾ ഇറ്റുവീണ് തരിശായ മരുഭൂമി കിളിർത്ത് സസ്യം മുളച്ചിരുന്നു. അപ്പൊ എത്രത്തോളം കരഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം മരണത്തെക്കുറിച്ച് ആലോചിച്ചിരുന്ന് ഞാനോ നിങ്ങളോ കരഞ്ഞിട്ടുണ്ടോ 60 കൊല്ലത്തെ 55 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ? മരണം എന്നൊരു സംഗതി എനിക്ക് വരാനുണ്ടല്ലോ റബ്ബേ, ഞാൻ ആ കടമ്പ കടന്നു പോകണമല്ലോ, അതങ്ങോട്ട് കടന്ന് അപ്പുറം കഴിച്ചിലായി കിട്ടണമല്ലോ. ആ കടമ്പ പ്രധാനമായി വിഷമിച്ച് കടക്കണ സമയത്ത് ഇബിലീസ് മുതലെടുക്കാൻ വരും. അവിടെയാണ് ഇബിലീസ് വരല്. ഈ വെപ്രാളങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഇബിലീസ് വന്നിട്ട് നമ്മുടെ വായിലേക്ക് വെള്ളപ്പാത്രം കാണിച്ചു തന്നിട്ട് വെള്ളം ഒഴിച്ച്, കടലിലെ വെള്ളം മുഴുവനും കൂടി വായിൽ ഒഴിച്ചു തന്നാലും ആ സമയത്ത് ദാഹം തീരൂലാന്ന മരിക്കണ സമയത്ത്. അതുകൊണ്ട് മരിക്കുന്ന ഒരു മനുഷ്യന് വെള്ളം തൊട്ട് കൊടുക്കൽ സുന്നത്താണ്. വെള്ളം കൊടുക്കണം അയാൾക്ക്. വെള്ളം ഒന്നായിട്ട് വായിൽ ഒഴിച്ചിട്ട് കുടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷമുള്ള ആളാണെങ്കിൽ ഒരു ചീര നനച്ചിട്ട് ചുണ്ട് നനച്ചു കൊടുക്കണം എന്നാ, അത് സുന്നത്താണ്. മരിക്കുന്ന മനുഷ്യന്റെ തേന് തൊട്ട് കൊടുക്കൽ സുന്നത്താണ്. ഇതൊക്കെ അതിന്റെ പരിപാലനങ്ങളുടെ തുടക്കത്തിൽ മുതൽക്ക് നമുക്ക് പറയാനുള്ളതാണ്. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഇബിലീസ് വന്നിട്ട് എന്ത് ചെയ്യും? ഈ ദാഹിച്ചവശനായ ഈ സമയം അവൻ മുതലെടുക്കും. അവൻ വെള്ളം കൊടുക്കും. വെള്ളം തരാ, പക്ഷെ ഞാൻ പറയുന്ന ഒരു ഡിമാൻഡ് അംഗീകരിച്ചാൽ മതി. പെട്ടെന്ന് ഇബിലീസിന് ഈമാൻ പോക്കറ്റടിച്ച് പോകാൻ പറ്റിയൊരു മേഖലയാണത്. അപ്പൊ എന്തു പറയും? ആ ആയിക്കോട്ടെ, വെള്ളം കൊണ്ടാ, എന്നാ പറ ഞാൻ അള്ളയാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ അള്ളാഹു രണ്ടുണ്ട് എന്ന് പറ. റാസി ഇമാമിന് വരെ അവൻ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നാ. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിലൊരു ഗുണം എന്താണ്? ഇമാം റാസി തങ്ങൾ ജീവിച്ച കാലത്ത് നിരീശ്വരവാദികൾ ലോകത്ത് നിറഞ്ഞ കാലമാ. ദൈവം ഇല്ല, അള്ളാഹു ഇല്ല, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ലെന്ന് വാദിക്കുന്ന നിരീശ്വരവാദികൾ സുലഭമായുള്ളൊരു കാലഘട്ടത്തിലാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ പടയോട്ടം. ആ നിരീശ്വരവാദികൾക്കിടയിൽ അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കാനാ തന്റെ തഫ്സീറിന്റെ മിക്ക ഭാഗങ്ങളും താൻ ഉപയോഗപ്പെടുത്തിയത്. ഇമാം റാസിയുടെ തഫ്സീർ പരിശോധിച്ചാൽ പല സ്ഥലത്തും അള്ളാഹുവിന്റെ വജൂദും അവന്റെ വഹദാനിയത്തും അവന് ഇബാദത്ത് ചെയ്യുന്നതും അതിൽ വന്നു ചേരുന്ന ശിർക്കുകളെയും സവിസ്തരം പ്രതിപാദിച്ചതായി പലയിടത്തും കാണാം. നിരീശ്വരവാദികളോട് പടവെട്ടിയ മനുഷ്യനായി ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്ന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് റാസി ഇമാമിനോട് അള്ളണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയോ എന്നൊരു സംവാദം നടത്തിയെന്ന. പിന്നെപ്പോ നമ്മളെ കഥ പറയണോ? ഖുർത്തുബി ഇമാമിന്റെ തഫ്സീർ ലോകത്ത് ഏറ്റവും പ്രമുഖമായ തഫ്സീറാണ്. ഇമാം റാസിയുടെ തഫ്സീറാണോ ഇമാം ഖുർത്തുബിയുടെ തഫ്സീറാണോ മുന്തി നിൽക്കുന്നത് എന്നത് ഉലമാ പറയും. റാസി ഇമാമിന്റെ തഫ്സീറാണ് തഫ്സീറുൽ കബീർ ഒന്നാം സ്ഥാനം കൽപ്പിക്കുക. പക്ഷെ ഒട്ടും മോശമല്ലാതെ തൊട്ടുകൊണ്ട് തന്നെ ഇമാം ഖുർത്തുബിയുടെ തഫ്സീറുമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് അല്ല ഉണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയോ, അല്ല രണ്ടെണ്ണം ഉണ്ടെന്ന് പറ ഖുർത്തുബി എന്ന് സമ്മർദ്ദം ചെലുത്തിയപ്പോ ഞാൻ അത് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി നൂറുകണക്കിന് ശിഷ്യന്മാരെ മുമ്പിൽ വെച്ച് മരണപ്പെട്ട ആളാണ്. അപ്പൊ നമ്മൾ പേടിക്കണ്ടേ? വന്നുകൂടായിക്കൊന്നുമില്ല, വന്നുകൂടായിക്കില്ല എന്നല്ല, വരും, ഓൻ വരും ഉറപ്പാ. ഇത്രത്തോളം ഇബ്ലീസ് എല്ലാവരുടെ എത്തുമെങ്കിൽ മരണത്തിന്റെ സമയത്ത് ഇബ്ലീസ് വന്നിട്ട് എന്റെ ഈമാൻ പോക്കറ്റടിച്ചു പോകുമല്ലോ എന്ന കാര്യത്തിൽ പേടിക്കുകയും അതിന് കാവലിനെ തേടുകയും വേണം. എപ്പോഴും കാവലിനെ തേടണം. സൂഉൽ ഖാത്തിമത്ത് സംഭവിക്കല്ലേ, നല്ല നിലക്ക് മരിച്ചു കിട്ടണേ. ഈ ദുനിയാവിൽ നിന്ന് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മാത്രമേ മരിക്കൂ എന്ന് ഗ്യാരണ്ടി ഉള്ള ഒരു വർഗം ഭൂമിയിലുണ്ട്. അതാരാന്നറിയോ? ദുനിയാവെന്ന് മരിച്ചു പിരിയുമ്പോൾ ഈമാനോടുകൂടി മാത്രമേ മരിക്കുള്ളൂ. ഇബ്ലീസിന്റെ ഒരു കുതന്ത്രവും അവരെടുത്ത് നടക്കൂല. ഒരു പേടിയും പേടിക്കണ്ട. സൂഉൽ ഖാത്തിമത്ത് സംഭവിക്കൂല. അവസാനം ഈമാനോടെ മരിക്കുള്ളൂ എന്ന് കണ്ടീഷനും ഗ്യാരണ്ടിയും പറഞ്ഞ ഒരു വർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം. അഹ്ലുബൈത്ത്, സാദാത്തുക്കൾ, സയ്യിദന്മാർ. ഒരു സയ്യിദിൽ നിന്ന് രിദ്ദത്തിന്റെ കലിമത്ത് വരൂലാന്നാ.
ഒരു സയ്യിദിൽ നിന്ന് മുർത്തദ്ദാകുന്ന പണികൾ സംഭവിക്കൂല എന്നാ. മരിക്കണ സമയത്ത് ഈമാൻ കിട്ടാതെ മരിക്കൂല, ഈമാനോടെ മരിക്കുള്ളൂ എന്നാ. യുത്ഹിറക്കും തത്ഹീറാ, അള്ളാഹുവിന്റെ ശുദ്ധീകരണത്തിൽപ്പെട്ടതാ. റിജ്സ് അള്ളാഹു തആല ശുദ്ധീകരിച്ചതാണ്. അപ്പൊ ഒരു തങ്ങളിൽ നിന്ന് മുർത്തദ്ദാകുന്ന വാക്കോ പ്രവൃത്തിയോ കണ്ടാൽ ആ തങ്ങൾ റസൂലുള്ള വരെ എത്തുന്ന പരമ്പര എവിടെയോ വെച്ച് മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. എൻ്റെ മകളെ കെട്ടിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് വന്നപ്പോ നല്ല തഖ്വയുള്ള ഒരു മുസ്ലിയാരെ കൊണ്ട് എൻ്റെ മകളെ ഞാനത് കെട്ടിച്ചു കൊടുത്തു. ആ കുടുംബം അവിടെ വെച്ച് മുറിഞ്ഞില്ലേ. ആ മുസ്ലിയാർ തങ്ങളല്ല എങ്കിൽ ഈ കുട്ടിയെ, പെൺകുട്ടിയെ കെട്ടിയ ആള് തങ്ങളല്ലാത്തത് കൊണ്ട് അതിൽ ജനിച്ച കുട്ടി എന്തല്ല, സയ്യിദല്ല, പരമ്പര മുറിഞ്ഞില്ലേ. നാട്ടുകാരൊക്കെ എന്തായി, തങ്ങളെ മരുവൻ ആയതിന്റെ പേരിൽ അയാളെ തങ്ങള് 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 എന്ന പേരിൽ വിളിച്ചു വരികയും ചെയ്തു. പരമ്പര ഇവിടെ വെച്ച് മുറിഞ്ഞു. ഈ പെൺകുട്ടിയെ കെട്ടിയത് ഒരു മലബാരിയായ മുസ്ലിയാരായതുകൊണ്ട്, സയ്യിദല്ലാത്ത ഒരാളായതുകൊണ്ട്. അതാ പരമ്പര മുറിയാന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഓർത്തുപോകുന്നു വേണ്ട, ഇങ്ങനെയും പരമ്പര മുറിയാം. അല്ലെങ്കിൽ വേറെ ചിലർ തെറ്റിദ്ധരിക്കുക, അയാളെ ഉമ്മ വിചരിക്കാൻ പോയിട്ട് അതിൽ വല്ല കുട്ടി ജനിച്ചതാണോ. സുബ്ഹാനല്ലാഹ്, അങ്ങനൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. ഇങ്ങനെ തന്നെ പോരെ. സയ്യിദല്ലാത്ത ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു, അതിൽ ജനിച്ച മക്കളെന്തല്ല സയ്യിദല്ല. അപ്പൊ ശരിക്കും റസൂലുള്ള വരെ പരമ്പര മുറിയാതെ എത്തുന്ന ഒരു സയ്യിദ് പേടിക്കണ്ട, സൂൽ ഖാത്തിമത്ത് സംഭവിക്കൂല. അത് അള്ളാഹു നബിതങ്ങളുടെ കുടുംബത്തില് ഖിയാമത്ത് ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ഒരു പരമ്പരയിലെ ഒരു കണ്ണിക്ക് കൊടുത്ത ഫളുലാണെങ്കിൽ മുത്തുനബിന്റെ ശ്രേഷ്ഠതയും മുത്തുനബിയുടെ സ്വന്തം ശരീരത്തിലെ ആധാറുകളുടെ ബഹുമാനവും ഈമാനുള്ളവന് അതിനൊക്കെ അനാദരിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈമാൻ തന്നെ തെറിച്ചു പോകുന്ന കാര്യം എപ്പോഴും പേടിക്കണം, സൂക്ഷിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇരിക്കട്ടെ, അങ്ങനെ ഒരു മനുഷ്യന്റെ മരണം ആസന്നമായാൽ ആസന്നമായ സ്ഥലത്ത് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ. ഇനി ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിർബന്ധമുള്ള കാര്യങ്ങളാണ് പറയണത്. എനിക്ക് നിർബന്ധം, നിങ്ങൾക്ക് നിർബന്ധം, എല്ലാവർക്കും നിർബന്ധം. ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല. പക്ഷെ ഈ സദസ്സിലിരിക്കണ എല്ലാവരും കൂടി ചെയ്യണമെന്നില്ല. ആരെങ്കിലും ചെയ്താൽ മതി. ആരും ചെയ്തില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാവും. അങ്ങനെയാണ് മയ്യിത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യം. നമ്മുടെ പ്രദേശത്ത് ഒരാൾ മരിച്ചു, എവിടെ നിന്നോ വന്നിട്ട് ഒരാൾ മരിച്ചു. ശ്രദ്ധിക്കണേ, നമ്മളെ പ്രദേശത്ത് ഒരാൾ വന്നിട്ട്, ഏതോ നാട്ടുകാരൻ ബസ് കാത്തു നിൽക്കണ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് അയാൾ അങ്ങോട്ട് മരിച്ചു. ഉടനെ തന്നെ അയാളെ എടുത്തിട്ട് മലപ്പുറത്ത് ബ്ലോക്കിൽ കൊണ്ടുപോയി, ആശുപത്രിയിൽ കൊണ്ടുപോയി. നമ്മളവിടുന്ന് തന്നെ മരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ വടക്കേ മണ്ണെന്ന്, അല്ലെങ്കിൽ കോടൂരിന്ന്, പൊന്മളന്ന്, അല്ലെങ്കിൽ താണിക്കെന്ന്, പറയരങ്ങാടിന്ന് എവിടുന്നോ അയാൾ മരിച്ചു. മരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകാന്നുള്ളതിലേക്ക് കൊണ്ടുപോകുന്നു. ആള് മുസ്ലിമാണ്. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അയാൾ മരിച്ചത്. അയാൾ അങ്ങനെയാണ് കൊണ്ടുപോയാൽ ആ പ്രദേശത്തുകാർ അതിന്റെ പേരിൽ കുറ്റക്കാരാകൂലേ? അയാൾ മരിച്ചു എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ആ മഹല്ലത്തിലെ ജനങ്ങൾക്ക് ബാധ്യതയാണ്. ഒരു പ്രദേശത്ത് ഒരാൾ മരണപ്പെട്ടാൽ അയാൾ ഏതോ കൊളത്തൂർ രാജ്യത്തുകാരനാണ്, അല്ലെങ്കിൽ അങ്ങ് പെരിന്തൽമണ്ണക്കാരനാണ്, അല്ലെങ്കിൽ മഞ്ചേരിക്കാരനാണ്, അത് ആ മഹല്ലത്തുകാരായിക്കോട്ടെ. അല്ല, നമ്മുടെ മഹല്ലത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ ആ മഹല്ലത്തിൽ സ്ഥിര താമസക്കാരനാവട്ടെ, അവിടെ വന്നുപെട്ട ആളാവട്ടെ, ഒരാൾ നമ്മളെ മഹല്ലത്തിൽ മരിച്ചാൽ ആ മഹല്ലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമായ ചില നിയമങ്ങൾ ഉണ്ട്. മുഴുവൻ ആളുകളും അത് പഠിച്ചിരിക്കണം. അഥവാ ഒരാള് അത് പഠിച്ചില്ലെങ്കിൽ, അല്ല ചെയ്തില്ലെങ്കിൽ, മുഴുവൻ ആൾക്കാരും കുറ്റത്തിലാകും. ആരും ചെയ്തില്ലെങ്കിൽ, ആരെങ്കിലും ഒരാൾ ചെയ്താൽ. അങ്ങനെയാണ് മയ്യിത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫർദ് കിഫയായ കാര്യങ്ങളാണ്. ഏതാണ്? ഒന്ന്, ആ മയ്യിത്തിനെ കുളിപ്പിക്കുക. രണ്ട്, ആ മയ്യിത്തിനെ കഫൻ ചെയ്യുക. മൂന്ന്, ആ മയ്യിത്തിനെ നിസ്കരിക്കുക. നാല്, ആ മയ്യിത്തിനെ ഖബറടക്കുക. ഈ 4 കാര്യം സർവ്വ ജനങ്ങളും പഠിച്ചു വെക്കൽ ഫർളാണ്. എപ്പോഴാണോ ഇതിനാവശ്യം വരിക എന്ന് പറയാൻ പറ്റൂല. നമ്മളെ നാട്ടിൽ അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ടായത് കൊണ്ട്, ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കണ്ടില്ലേ, 10-18 കൊല്ലായാലും ഒരു രാമൻകുട്ടി പള്ളി കഴുകാൻ തുടങ്ങിയിട്ട് അയാൾ പള്ളി കഴുകി വൃത്തിയാക്കുന്നു, പള്ളിയിലെ ഖിദ്മത്തുമായി കഴിഞ്ഞുകൂടുന്നു, പള്ളിയിൽ മുസല്ല വിരിക്കൽ അയാളാണ്, മുസല്ല കഴുകൽ അയാളാണ്, പള്ളിന്റെ എല്ലാ ചുറ്റുപാടും പരിപാലനങ്ങളും അയാളാണ്. ഒരു മതസൗഹാർദ്ദമായിട്ട് അയാൾ കൊണ്ടു നടക്കുകയാണ്. ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇതിലേക്ക് ഒരു നജസ് തെറിച്ചാൽ ആ നജസ് തെറിച്ച മുണ്ട് വെള്ളത്തിലിട്ട് സോപ്പിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കുമ്പോൾ അതിന്റെ നിറം, മണം, രുചി ഒക്കെ പോയിട്ടുണ്ട്, വളരെ ക്ലിയറായി ശുദ്ധിയായിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക വിധി പ്രകാരം അതിന്റെ മുകളിൽ കൂടി തെറിക്കാത്ത തഹൂറായ വെള്ളം ഒഴിച്ച് ആ ഒഴിച്ച വെള്ളം പുറത്തോട്ട് കളയണം.
എന്ന് പറഞ്ഞാൽ ആ ഒഴിച്ച വെള്ളത്തിലേക്ക് ഇനി ആ സാധനം വിടാൻ പാടില്ല. പാന്റും ഷർട്ടും മത്സ്യവും മാംസവും പാത്രവും നജിസായ എന്തും കഴുകുമ്പോൾ വേണം. പള്ളിയിലെ മുസല്ലയിൽ നജസ് ഇല്ലെങ്കിൽ ചിലപ്പോ ഈ കാർപ്പറ്റൊക്കെ പിരിച്ച പള്ളിയാണെങ്കിൽ ചിലപ്പോ ഒന്ന് ഛർദിച്ചതിന്റെ ഭാഗം ഒരു തുള്ളിയോ അല്ലെങ്കിൽ രക്തത്തിന്റെ തുള്ളിയോ എന്തെങ്കിലുമൊക്കെ നജസുകൾ വീഴാമല്ലോ. ചെറിയ കുട്ടികളെ പള്ളിക്ക് കയറ്റാൻ പാടില്ല. കുട്ടികളെ ചില ആൾക്കാർ വന്നിട്ട് മൂലക്കരി ഇരുത്തിയിട്ട് ഒന്ന് മൂത്രമൊഴിക്കേണ്ട ഒരു തുള്ളി അവിടെ ഒറ്റിപ്പോയി എന്ത് ചെയ്യും? അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു നജസ് പള്ളിയിൽ സംഭവിച്ചാൽ, അല്ലെങ്കിൽ എലിയുടെ കാഷ്ടം അങ്ങനെയൊക്കെ പല്ലി ചത്തത്, ഇതൊക്കെ പള്ളിയിൽ നജസാകുമ്പോൾ അത് കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് തഹൂറായ വെള്ളം കഴുകി ഒഴുക്കി കളഞ്ഞ് ശുദ്ധിയാക്കേണ്ടുന്നതിനാണ് വെടുപ്പ് എന്ന് നമ്മൾ പറയാം. നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ വെടുപ്പും വൃത്തിയും എന്ന് പറയുമല്ലോ. വൃത്തി എന്ന് പറഞ്ഞാൽ കാണാൻ ചൊറുക്ക, വെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിലെ നജസ് കളയലാണ്. നമുക്ക് എന്ത് വേണം? വെടുപ്പും വേണം വൃത്തിയും വേണം, രണ്ടും വേണം. ബ്രാഹ്മൺസിന്റെ ഹോട്ടലിലൊക്കെ കയറി എന്ത് വൃത്തിയായിരിക്കും എന്നറിയോ? വെടുപ്പുണ്ടായിക്കൊള്ളുന്നില്ല. മുസ്ലിമീങ്ങൾക്ക് വെടുപ്പും വേണം വൃത്തിയും വേണം. അപ്പോ ഇത് നമ്മളെ മലപ്പുറം ഭാഷയിൽ നമ്മൾ പറയുന്നതിന് ഷറൈന്റെ ഭാഷയിൽ നജിസിനെ തൊട്ട് ശുദ്ധിയാവണം, കാണാൻ വൃത്തിയും വേണം. രണ്ടും നമ്മൾക്ക് ആവശ്യമാണ്. ഇപ്പൊ ഇവൻ കഴുകിയ ഈ രാമൻകുട്ടി കഴുകിയാൽ അത് എന്താകും? അവൻ ഷറൈന്റെ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് കഴുകിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിയ്യത്ത് ആവശ്യമില്ലാത്ത അമലുകൾ കാഫിർ ചെയ്താലും മതി. നമ്മുടെ വസ്ത്രത്തിലേക്ക് നജസായി ആ വസ്ത്രത്തിനെ കഴുകി ശുദ്ധിയാക്കുന്നത് ഒരു അമുസ്ലിം നടത്തുന്ന ലാൻഡ്രിയിലാണെങ്കിൽ ആ ലാൻഡ്രിയിൽ വസ്ത്രം കൊടുത്തിട്ട് കഴുകി തന്നാൽ അവൻ കഴുകി തന്ന നജസ് അതിൽ നിന്ന് പോയാൽ മതി, അത് ഉടുത്ത് നിസ്കരിക്കാം. പക്ഷേ നജസ് ശുദ്ധിയാക്കേണ്ട ക്രമപ്രകാരം തഹൂറായ വെള്ളം ഒഴിച്ച് ശുദ്ധിയാക്കിയിരിക്കണം. അത് കാഫിർ ചെയ്താലും മതി. അപ്പൊ പള്ളി കഴുകിയാൽ നന്നാക്കിയാലും. ഇപ്പൊ പല സ്ഥലത്തുണ്ടായി പള്ളി കഴുകാനും പള്ളി വൃത്തിയാക്കാനും ഒരു സൗഹാർദ്ദത്തിന്റെ പ്രതി. അയാൾ ഇപ്പൊ പള്ളി അമ്പലം ഒക്കെ അത് ദൈവത്തിന്റെ ഭവനങ്ങളാണ്, അതൊക്കെ ബഹുമാനത്തോടെ കാണേണ്ടതാണ്, ഞാനത് അങ്ങനെ കാണുന്നുള്ളൂ എന്ന് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ടി വിക്കാരോട് അയാൾ പറയുന്നുണ്ട്. ഇപ്പൊ പത്രങ്ങളിലും ടി വിയിലും മറ്റുമൊക്കെ വാർത്താ മീഡിയകളിലൊക്കെ നമ്മൾ വായിച്ചു. എന്ന പോലെ ചില സ്ഥലത്ത് മയ്യത്തിന്റെ കർമ്മങ്ങൾ മുഴുവനും ചെയ്യാൻ അമുസ്ലിമീങ്ങളെ ഏൽപ്പിച്ചതും ഞാൻ റിപ്പോർട്ട് കാണിച്ചു തരാം. ആ പ്രദേശത്ത് ഖബർ കുഴിക്കുന്നത് അമുസ്ലിമാണ്, മയ്യത്തിനെ കുളിപ്പിക്കുന്നത് അമുസ്ലിമാണ്. ചുമന്ന് കൊണ്ടുപോയി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് എന്തേനാവോ അവരെ ഏൽപ്പിക്കാതിരുന്നത്. ഈ അതും കൂടിയേ ഉള്ളൂ ബാക്കി. ഖബർ കുഴിക്കണം, JCBക്ക് ഒന്നായിട്ടാണ് മാന്തിയിടുക, എന്നിട്ട് അറകളായിട്ട് പടുത്ത അവിടെ ഇടുക. അതൊക്കെ എങ്ങനെയോ ആയിക്കോട്ടെ, ഇതിനൊന്നും ഇപ്പൊ നമ്മൾ പ്രശ്നം, അതൊക്കെ അങ്ങനെ മതി. പുറത്തേക്ക് പിടിമൃഗങ്ങൾക്ക് മയ്യത്തിന്റെ ദുർഗന്ധം വന്നിട്ട് അത് മാന്തി കടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ സൗകര്യം കിട്ടാത്ത ഒരു ഭദ്രമായ കുഴി, ഇത്രയേ അതിന് ആവശ്യമുള്ളൂ. ഖബറിന്റെ സ്ഥിതി അങ്ങനെയാണ്. അത് JCBക്ക് മാന്തിയിട്ട് ഒന്നായിട്ട് ഇങ്ങനെ അറകളാക്കി നിർമ്മിച്ച് പടുത്തിട്ട് അറകളാക്കി നിർമ്മിച്ചിട്ട് അതിൽ വെച്ച് മൂടൽ വെച്ച് മണ്ണിട്ട് കുഴച്ച് തേമ്പി മൂടിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഖബർക്ക് വെച്ച് മൂടന്റെ കർമ്മം ഒരു അമുസ്ലിമിനെ ഏൽപ്പിച്ചാൽ സംഗതി അപകടമാണ്. അത് ആരെ പേരിൽ ഫർദ് കിഫയാണ്? ഈ കേൾക്കണ പ്രസംഗം കേൾക്കണ നമ്മൾ മാത്രമല്ല, ഓരോ മഹല്ലത്തിലെ മുസ്ലിം പുരുഷന്മാരുടെ മേലും നിർബന്ധമാണ്. എല്ലാ മുസ്ലിം പുരുഷന്മാർക്കും നിർബന്ധമാണ്. മയ്യത്ത് കുളിപ്പിക്കൽ ആരുടെ കടമയാണ്? അത് കുളിപ്പിക്കാൻ മുനിസിപ്പാലിറ്റിക്കാണ് ഏൽപ്പിക്കുക. ഓര് കുളിപ്പിക്കും. ആരവിടെ കുളിപ്പിക്കുക? എനിക്കറിയാം, പറഞ്ഞാൽ അത് വിഷമമുണ്ട്. ചില പട്ടണങ്ങൾ, ആ ചില പട്ടണങ്ങളിലൊക്കെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ റമദാൻ മാസത്തിൽ ഒരു മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ അത് അവിടെ എത്തിപ്പെടേണ്ടി വന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാ പറയണത്. വിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു മയ്യത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അതിന് കുളിപ്പിക്കുന്നിടത്ത് ഞാൻ എത്തിപ്പെട്ടു. ആ മയ്യത്തുമായി എനിക്ക് ബന്ധമുള്ളത് കൊണ്ട് നേരത്തെ തന്നെ അവിടെ എത്തി. അത് കുളിപ്പിക്കുന്ന സമയത്ത് ഞാനൊരു അഹങ്കാര സ്വരത്തിൽ പറയല്ല, ആ സ്ഥലത്ത് അന്ന് ഞാൻ പെട്ടില്ലെങ്കിൽ ആ മയ്യത്തിനെ ഒരു മുസ്ലിം കുളിപ്പിക്കൂല. ഹോസ്പിറ്റലിലാണ്, മോർച്ചറിയിലാണ്. ആ മയ്യത്തിന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കുളിപ്പിച്ചിട്ട് വേണം തരാൻ എന്നവർക്കറിയാം. അവരെങ്ങനെ ഒരു മയ്യത്ത് കുളിപ്പിച്ചിട്ട് നമ്മളെ പേരിലെടുത്ത് തരും? സംഗതി കുളി നടന്നാ മതി. പക്ഷെ മുസ്ലിമായ ഞമ്മക്ക് എന്തുണ്ട്? ഒരു കുളി അവിടെ നടന്നാ മതി. സ്വഹീഹല്ല എന്നൊന്നും ഞാൻ പറയില്ല. ആ മയ്യത്തിന് കുളിപ്പിക്കൽ അവിടെ നടന്നാൽ മതി. മുസ്ലിമീങ്ങളായ ഞമ്മക്കൊരു ബാധ്യതയില്ലേ? ഫർദ് കിഫയാക്കി വെച്ച ബാധ്യത, അത് നമ്മൾ ചെയ്യാതെ ഒരു അമുസ്ലിമിനെ ആ കാര്യം ഏൽപ്പിക്കുക എന്നത് ഇതിന്റെ പിന്നിൽ ഒരു വർഗീയതയൊന്നുമില്ല. കാഫർ കുളിപ്പിച്ചാലും മതി, ഭ്രാന്തം കുളിപ്പിച്ചാലും മതി, കുട്ടികൾ കുളിപ്പിച്ചാലും മതി. മുസ്ലിമായ ബുദ്ധിയും പ്രായം തികഞ്ഞ മനുഷ്യന്മാരാണ് അതിനെ ഏറ്റവും മുൻപന്തിയിൽ ചെയ്യേണ്ടത്. മലക്കുകൾ കുളിപ്പിച്ചാൽ പറ്റൂല, ജിന്നുകൾ കുളിപ്പിച്ചാലും മതി.
മലക്കുകൾ കുളിപ്പിക്കുന്നത് കണ്ടു എന്നതുകൊണ്ട് കുളി എന്താവൂല ആവും. അപ്പോ ഈ 4 സംഗതി, മയ്യത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക, ഇത് മുസ്ലിം സമൂഹത്തിന്റെ മേലിൽ ഫർള് കിഫയായ സംഗതികളാണ്. നമ്മളിത് പഠിച്ചിരിക്കണം. എന്തേ ഇത് പലരെയും ഏൽപ്പിക്കേണ്ടി വന്നത്? നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. നമുക്ക് ആ വിഷയത്തിനൊരു പേടി, ഒരു മയ്യത്തിനെ കുളിപ്പിക്കാനൊരു പേടി. ഈ ക്ലാസ് കഴിഞ്ഞിട്ട്, റമളാൻ കഴിഞ്ഞിട്ട് ഓരോ പല മഹല്ലത്തിലുള്ള ആൾക്കാരും ഇവിടെ കാണും. പല മഹല്ലത്തിലും മയ്യത്ത് കുളിപ്പിക്കുന്നവർ കാണും. ഈ കൂട്ടത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കൂടെ സഹായികളായി ഒരു 3-4 ചെറുപ്പക്കാരെ ആ മഹല്ലത്ത് നിന്ന് വിളിക്കുക. കുട്ടികളെ വിളിച്ചിട്ട്, നിങ്ങൾ കുളിപ്പിക്കേണ്ടത് ആദ്യം ആ വെള്ളം കണ്ട് എടുത്തുകൂടിയടാ, ആ വെള്ളം കണ്ട് ഒഴിച്ചു കൊടുക്കി. ഇങ്ങനെയുള്ള പണികൾ ഏൽപ്പിച്ചിട്ട് അവർക്ക് ആ മയ്യത്തിലേക്ക് കടന്നു വരാനുള്ള ഭയം മാറ്റി കൊടുക്കുക. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ നേതൃത്വം, 2 മയ്യത്ത് പോലും കുളിപ്പിച്ചു കഴിഞ്ഞാൽ അഞ്ഞിക്കാക്കങ്ങൾ വരണ്ട, ഞങ്ങൾ കുളിപ്പിച്ചോളാം, കുറെ കാലമായി ഞങ്ങൾ വിഷമിക്കണേ, നിങ്ങൾ ഞങ്ങൾക്ക് അവിടെ സിറ്റ് ഔട്ടിൽ ഉണ്ടായാൽ മതി, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ ചോദിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോ വലിയ ആളാക്കി അവിടെ വെക്കുക. ഒരു സ്ഥാനമൊന്നും നമ്മൾ കുറക്കണ്ട, ഓലെ മോശാക്കും വേണ്ട. നമുക്കൊരു സംഗതി ഓലെടുത്തത് കിട്ടി, നമ്മൾ ചെയ്യാൻ തുടങ്ങി, പോലെ മോശാക്കണ്ട, ഓരോടെ സിറ്റ് ഔട്ടിൽ ഇരുത്തണം, എന്നിട്ട് അവരോട് നമ്മൾ ചോദിക്കണം അടുത്ത സംഗതികൾ. അങ്ങനെ ഒരു പരിശീലിപ്പിക്കാം. ഈ കൂട്ടത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ആരും ഇല്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മഹല്ലത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവൂലേ, അവരെടുക്കൽ ചെന്നിട്ട് നിങ്ങൾ പറയാം, നിങ്ങൾ അടുത്ത മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ എനിക്കിതൊന്ന് പഠിക്കണമെന്നുണ്ട്, നിങ്ങളെ കൂടെ ഒന്ന് വരണമെന്നുണ്ട്, എനിക്കിതൊന്ന് പഠിപ്പിച്ചു തരണം. അതുകൊണ്ട് ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടി അടുത്ത പ്രാവശ്യം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ സഹായിയായിട്ട് വരാം, നിങ്ങൾ ഞങ്ങളെ ഒന്ന് കൂട്ടണമെന്ന് പറഞ്ഞിട്ട് അയാളുമായി സോപ്പിട്ട് കൂടി പരിചയപ്പെട്ടെടുക്കാൻ നിങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്താകും? നമ്മുടെ സമൂഹം ഈ പള്ളി കഴുകാൻ ഈ ആളെ ഏൽപ്പിച്ചതുപോലെ ഖബർ കുഴിക്കാൻ ഇപ്പൊ പല സ്ഥലത്തും മണ്ണാച്ചികളായി അവരെ പലരെയും ഏൽപ്പിച്ചു. JCBക്ക് മാന്തിയിട്ട് ഖബർ പടുത്തുണ്ടാക്കലായി, അതൊക്കെ ആ മുസ്ലിമീങ്ങളെ ഏൽപ്പിച്ചു. ഇനി എന്താക്കും? ആ മയ്യത്തും ഖബറിലേക്ക്, റബ്ബിന്റെ ആദ്യത്തെ കവാടത്തിലേക്ക് നമ്മളെ ഏറ്റു വെച്ചു കൊടുക്കുന്നത് ഈമാനില്ലാത്ത ഒരുത്തന്റെ കരം കൊണ്ടുപോയി ആയാൽ, ആ ഖബർ മൂടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് നമ്മെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചെടുത്തത് കാഫിറിന്റെ കൈ കൊണ്ടാവണോ? അതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അത് പല സ്ഥലത്തും നടക്കുന്നെങ്കിൽ ഈ കുളിപ്പിക്കലും അവനെ തന്നെ ഏൽപ്പിക്കേണ്ട ഒരു ദുർഗതി നമുക്ക് വരില്ലേ സഹോദരങ്ങളെ? നമ്മളതിന് മുൻകൈ എടുക്കണം. എന്താ ഇപ്പൊ കുളിപ്പിക്കാത്ര വലിയ പ്രയാസം? കുളിപ്പിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ടത് ഇന്നലെ ഞാൻ കുറച്ച് പറഞ്ഞത് കൊണ്ട് വിശദീകരിക്കുന്നില്ല, അതും കൂടി കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടി കേൾക്കണം, വായിക്കണം. മരിച്ച ഉടനെ തന്നെ കണ്ണടച്ചു കൊടുക്കുക. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂൽ. ഒരാൾ മരിക്കുന്നിടത്ത് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടാണ്ട് ഒരു സേവകന്മാരായിട്ട് ആ മയ്യത്തുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അതിന് വലിയ പ്രയാസമായിരിക്കും. ബാപ്പയുള്ള മരിക്കണത്, അതിന്റെ മക്കളാകെ തളർന്നിട്ടുണ്ടാവും. ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ആകെ തളർന്നിട്ടുണ്ടാവും. ആശുപത്രിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ മരിക്കുക. ഈ മരണത്തിന്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ, മരണത്തിന് നല്ല ലക്ഷണവും നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളും ചീത്ത മരണത്തിന്റെ ലക്ഷണങ്ങളുമുണ്ട്. മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നല്ല മരണത്തിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് മരണത്തിന്റെ സമയത്ത് സ്ഖലനം സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നല്ല മനുഷ്യന്മാരൊക്കെ മരിക്കുമ്പോൾ സ്ഖലിച്ചെന്നെ മരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാൾ മരിച്ചപ്പോൾ അയാൾക്ക് ഇന്ദ്രിയ സ്ഖലനം സംഭവിച്ചെങ്കിൽ ഹൂറുലീനുകളായ പെണ്ണുങ്ങളെ കണ്ട് സന്തോഷിച്ച് അതിൽ മുഴുകി മരിക്കണത് അറിയാതെ മരിച്ചു എന്നാ. ഓ, എന്തൊരു ഭാഗ്യം! ഇമാം നവവി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. നവഇമാം വഫാത്തായപ്പോൾ സ്ഖലനം സംഭവിച്ചിരുന്നു എന്നാ. എന്തേത് കാരണം? സ്വർഗം കണ്ടിട്ട് സ്വർഗത്തിന് തനിക്ക് വേണ്ടി റബ്ബ് ആ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന തരുണീമണികളായ സുന്ദരി പെണ്ണുങ്ങളെ അള്ളാഹു തആല സ്വർഗം അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അതിൽ ഉല്ലസിക്കുകയും സല്ലപിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന രംഗം മരണത്തിന്റെ സമയത്ത് കണ്ടപ്പോ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ മുഴുകിയ പെണ്ണുങ്ങൾ യൂസുഫ് നബിയെ കണ്ടപ്പോ പഴം മുറിച്ചല്ലോ, കയ്യിൽ വെച്ചിരിക്കുന്ന കത്തിയും പഴം മുറിച്ചപ്പോ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ ആ മിസ്റിലെ പെണ്ണുങ്ങൾ ഫഖത്തഅന ഐദിയഹുന്ന, അവരെ കൈമുറിച്ചു. അവരറിഞ്ഞില്ല. എഴുന്നേൽക്കാൻ പറഞ്ഞു സലീഹ, എല്ലാരും എഴുന്നേറ്റോളി, പോയിക്കോളി എന്ന് പറഞ്ഞപ്പോ ആർക്കും എഴുന്നേൽക്കാൻ വയ്യ, തുണിയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് സ്ഖലനം സംഭവിച്ചിട്ട് അറിഞ്ഞില്ല. ഇതുപോലെ സ്വർഗത്തിലെ ഹൂറാനികളെ കണ്ടിട്ട് അതിലിങ്ങനെ മുഴുകിയപ്പോ
ചെറിയ കുട്ടികളെ കാലിൽ മുള്ളു തറച്ചാൽ പച്ചലമക്ക് നോക്കടാന്ന് പറഞ്ഞിട്ട് ഓന ആ ശ്രദ്ധ ഇമക്ക് തിരിച്ചു വിട്ടപ്പോ കുറെ ഇല ഇളകടതും കുറെ ഇല ഇങ്ങനെ ഉണങ്ങിയതും ഒക്കെ കൂടി കണ്ടിങ്ങനെ ശ്രദ്ധ ഇമക്കാണ് പോയപ്പോ മെല്ലെ മുള്ള അതിന്റെ ഉള്ളിൽ നിന്ന് തോണ്ടിയെടുത്തപ്പോ കുട്ടിയത് അറിഞ്ഞില്ല. ഉമ്മാര് കുട്ടികളെ കാലിൽ വന്ന് മുള്ളെടുക്കലുണ്ട്. അങ്ങനെ എന്ന പോലെ ഈ സ്വർഗം അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അതിൽ ലയിച്ചു മുഴുകിയിട്ട് മരിക്കുമ്പോ ആ ഹൂറാനികളുടെ സൗന്ദര്യത്തിൽ എന്താപ്പാ ഹൂറാനികളെ സൗന്ദര്യങ്ങള് മനുഷ്യന് പറയാൻ പറ്റുമോ? ഈ സദസ്സിന് പ്രത്യേകിച്ച് റമളാൻ മാസമാണ്, ആരെങ്കിലും നോമ്പ് പാത്തിലാക്കാൻ നിൽക്കണം ചെയ്യാൻ. ഖുർആനിലൊക്കെ അല്ലാഹ് പറഞ്ഞ സെക്സ് എല്ലാം കൂടി ബോഡി ഇട്ടിയില്ലെങ്കിലും കുത്തര നിൽക്കണ മൊലാന്ന് അള്ളാഹു കുറുവൊക്കെ ഇതെല്ലാം കൂടി കണ്ട് പറഞ്ഞാൽ ചിലപ്പോ ഇവിടെ തന്നെ സ്വീപ്പ് ഉണ്ടാവും. മിസ്റിലെ പെണ്ണുങ്ങൾ നീച്ചു പോകാൻ പറ്റാത്ത മാതിരി ഞാൻ സ്വീപ്പ് ഉണ്ടാക്കണം ജാരി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയണില്ല. അള്ളാഹ് സ്വർഗത്തിന്റെ പെണ്ണുങ്ങളെ വിവരിച്ച ഖുർആന് പറഞ്ഞതെന്നെ വിവരിച്ച നമ്മളെ വക ഒന്നും കൂട്ടി പറയണ്ട. നമ്മളതൊന്നും അള്ളാഹ് ഖുർആന് പറഞ്ഞതിനെ പച്ചയിൽ പറഞ്ഞാൽ മതി. നിന്റെ പിതാവിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ അതിന്റെ തന്തന്റെ തല എന്ന് പറഞ്ഞ ബലം ഉണ്ടാവില്ല. അങ്ങനെയല്ലേ? തന്തന്റെ തല എന്ന് പറഞ്ഞ മതിയാവോ പിതാവിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ? അപ്പൊ സാഹിത്യത്തിന് വേറെതെങ്കിലും ഭാഷയിൽ അത് പറഞ്ഞങ്ങൾക്ക് ഇതിന്റെ വില മനസ്സിലാകണമെങ്കിൽ പച്ചമലയാളത്തിൽ തന്നെ പറയണം. ഞാൻ ഇപ്പൊ പറഞ്ഞ മാതിരി നമ്മളെ പെണ്ണുങ്ങളെ സൗന്ദര്യങ്ങളൊക്കെ ഇതിന് കെട്ടി വലിച്ച് നിർത്തിയിട്ടുണ്ടായ സൗന്ദര്യ. ആ കെട്ടാണ് പൊട്ടിച്ചു നോക്കിയാൽ എന്ത് സുന്ദരനുള്ളത്, ഒരു സൗന്ദര്യം ഇല്ല. ഇത് കൃത്രിമ സൗന്ദര്യമാണ്. ഹൂറാനികളുടെ സൗന്ദര്യം ഒരിക്കലും പ്രായം തെറ്റാത്ത, എത്ര കൊല്ലം താമസിച്ചാലും സൗന്ദര്യവതികളായ ആ തരുണീമണികളെ റബ്ബ് കാണിച്ചു തന്നപ്പോ അതിൽ മുഴുകിയിട്ട് മരിച്ചപ്പോ മരണത്തിന്റെ വേദന അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒട്ടും അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, സ്ഖലനം വരെ സംഭവിച്ചു. ഇതൊരു നല്ല ലക്ഷണമാണ്. അങ്ങനെ മരണത്തിന്റെ ലക്ഷണങ്ങൾ ഇയാൾ നല്ലവനായി മരിച്ചോ അല്ലേന്ന് മനസ്സിലാക്കാൻ പറ്റിയ ചില അടയാളങ്ങൾ. വായിൽ നിന്ന് കേല വരുന്നത് ചീത്ത മരണത്തിന്റെ ലക്ഷണമാണ്. മരിച്ച മനുഷ്യൻ എന്തോ ദുർഗുണമുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി തോനെ പറയാതിരിക്കുക നല്ലത്. ചീത്ത മരണത്തിന്റെ ലക്ഷണമൊക്കെ നമ്മൾ കൂടുതൽ പറഞ്ഞാൽ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഇനി അതിന് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കേൾക്കുമ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് അത് ഞാൻ വല്ലാതെ പറയണില്ല. മരണത്തിന്റെ അടയാളം കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മുമ്പിൽ നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിങ്ങനെ ചൊല്ലിക്കൊടുക്കും. ഇത് നമ്മളവിടെ കൂടിയവർക്ക് നമുക്കൊരു ബാധ്യതയാണ്. നമ്മൾ ആ സദസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് മരണത്തിന്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ശ്വാസം വലിയുടെ രംഗമൊക്കെ കണ്ടപ്പോ കണ്ണൊക്കെ മേലോട്ട് മറിയാൻ തുടങ്ങിയപ്പോൾ നെറ്റിയിൽ വിയർപ്പ് വരുന്നു, മൂക്ക് ഒരു സൈഡിലേക്ക് തളരുന്നു, കൈകാലുകളൊക്കെ ആകപ്പാടെ കുഴഞ്ഞു പോകുന്നു. ഈ ഒരു അവസ്ഥ കണ്ട് ഇയാൾ മരിക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. അശ്ഹദു എന്നത് ആവശ്യമില്ല. അത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഷഹാദത്ത് പ്രഖ്യാപനത്തിന്റെ കലിമത്താണ്. അതിനാവശ്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയലും പ്രത്യേക സുന്നത്തില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തിൽ നിന്ന് പിരിയുമ്പോ അവസാനത്തെ വാക്ക് അല്ലാഹ്. ഈ ദുന്യാവക്ക് വന്നപ്പോ ആദ്യം കേട്ട വാക്കെന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ചവിട്ടില് വാക്ക് കൊടുത്തു അല്ലേ? ആദ്യം കേട്ടതും അല്ലാഹ്, അവസാനത്തെ വാക്കും അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി അതിന്റെ ഇടയിലുള്ളതൊന്നും പറയണ്ട, അല്ലാഹു മാപ്പ് ചെയ്തു തരും. ഇങ്ങനെ ആയി കിട്ടിയ കേസിലേ ദുന്യാവക്ക് വന്നപ്പോ ആദ്യം കേട്ടത് അല്ലാഹ്. ഞാനൊരു ദിവസം എന്റെ വീട്ടിലിരുന്നിട്ട് എന്തോ തിരക്ക് പിടിച്ച് എഴുതിക്കൊണ്ടിരിക്കുമ്പോ അയൽവക്കത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് നിങ്ങളോടും അവിടെ ചെല്ലാൻ പറഞ്ഞു. എന്തേ മോനെ, വല്ല അപകടം പറ്റിയോ? പെട്ടെന്ന് വന്നിട്ട് ഓടിക്കറിച്ചിട്ട് ഈ കുട്ടീനെ വന്നിട്ട് നിങ്ങളോടും അവിടെ ചെല്ലാൻ പറഞ്ഞു. എന്തിയടാ, എന്ത് പറ്റി? ഒന്നുമല്ല. അല്ല എന്നാലും എന്താ വിഷയം? താത്താൻ ആശുപത്രിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ, താത്ത മരിച്ചോ? താത്താൻ ആശുപത്രി അല്ലേ? താത്ത പ്രസവിച്ച് കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചിട്ട് കുട്ടീനെ ആശുപത്രിയിൽ നിന്ന് കൊടുത്തിട്ട് ആ കുട്ടിക്ക് ബാങ്ക് കൊടുക്കാൻ ചെല്ലാൻ പറഞ്ഞു നിങ്ങളോട്. കഴിഞ്ഞ ആഴ്ച പറ്റതാണ്. ആശുപത്രിയിൽ ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നതാണ്. ഇങ്ങനത്തെ കർമ്മം ബാങ്ക് കൊടുക്കലാണ്. അല്ല, ആ കുട്ടിയുടെ പെറ്റ് പുറത്തേക്ക് പോന്ന ഗർഭാശയത്തിൽ നിന്ന് കുട്ടി പുറത്തേക്ക് ചാടിയ ആദ്യം കേൾക്കണ വാക്ക് അല്ലാഹ്. അതാര് മതി? ഒരു കാഫിറായ സിസ്റ്റർ കൊടുത്താലും മതി. കാഫിറത്തായ പെണ്ണ് സിസ്റ്ററില്ലേ, തിയേറ്റർക്ക് ലേബർ റൂമിക്ക് പെണ്ണിനെ കയറ്റുമ്പോ ആ സിസ്റ്റർക്ക് ആ സമയത്ത് അവിടെ കൈകാര്യം ചെയ്യുന്ന സിസ്റ്ററെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഹെഡ് നേഴ്സിനോട് പറഞ്ഞാൽ മതി, അവരോട് പറഞ്ഞാൽ മതി, ഏതാ എന്റെ കുട്ടിയും എന്റെ ഭാര്യ പ്രസവിക്കുക, ആ കുട്ടി തല പുറത്ത് ചാടിയ നല്ലാതെ പറഞ്ഞേക്കണം, ഞാനതിന് കാര്യമായി കണ്ടോളാം. എടാ, കായ് ചെലവാക്കേണ്ടത് അവിടെ, പൈസ ചെലവാക്കേണ്ടത് അവിടെ അല്ലേ?
ആ സിസ്റ്റർ അള്ളാ എന്ന് പറഞ്ഞു കിട്ടിയാൽ ആദ്യം കേട്ട ശബ്ദം അള്ളാ മതി, കുഴപ്പമില്ല, അത് മതി. പിന്നെ ഞമ്മക്ക് ബാങ്ക് പിന്നെ കൊടുക്കണോ? ആർക്കണത് അള്ളാഹ്. അതാ കാഫറായ പെണ്ണ് മതി. പെണ്ണുങ്ങൾക്ക് ബാങ്കില്ലല്ലോ, ആ പെണ്ണ് ഫുള്ള് ബാങ്ക് കൊടുത്താൽ വളരെ നന്നായി. പെണ്ണുങ്ങൾക്ക് ബാങ്കില്ല, പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇഖാമത്ത് മാത്രമേ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഈ ബാങ്ക് പെണ്ണ് കൊടുത്താലും പറ്റും, വലൗ മിൻ കാഫിറത്തിൻ, അത് കാഫിറത്തായ പെണ്ണ് കൊടുത്താലും മതി. കേൾക്കണ ശബ്ദം അള്ളാഹ്ന്നാവണം. നിയ്യത്ത് ആവശ്യമില്ലാത്ത അമല് കാഫിർ ചെയ്താലും മതി എന്ന് ഞാൻ നേരത്തെ പറയല്ലോ. ബാങ്ക് കൊടുക്കാൻ നിയ്യത്ത് വേണ്ട, അത് കാഫിർ ചെയ്താലും മതി. അപ്പൊ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചെവിട്ടിൽ ബാങ്ക് വിളിക്കുന്ന പണി കാഫിർ ചെയ്താലും മതി, കാഫിറത്തായ പെണ്ണ് ചെയ്താലും മതി. ചെറുപ്പക്കാരെ, നിങ്ങളെ ഭാര്യമാരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ പ്രസവ റൂമിലേക്കോ കയറ്റുമ്പോൾ അവിടെയുള്ള സിസ്റ്ററെ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഹതി ഓള് പറഞ്ഞോ ചെയ്യാൻ എങ്ങനെ അറിയാം? നമ്മളെ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അറിയാലോ. പെണ്ണുങ്ങൾക്ക് ഇത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി ഒന്നില്ലെങ്കിൽ ആ ഭാര്യ പറയണം, എന്റെ കുട്ടിന്റെ തല പൊറത്തിയാടി ഞങ്ങൾ എന്ത് പറയണം? അള്ളാന്നൊന്ന് പറയണട്ടാ. അല്ലെങ്കിൽ ഈ ഭാര്യ തന്നെ അങ്ങോട്ട് പറയാം, അള്ളാന്ന് ഉറക്കാൻ അങ്ങോട്ട് പറയാ. ആരൊന്നും കാട്ടൂല. അള്ളാന്ന് പറഞ്ഞാല് ആരൊന്നും ചെയ്യൂല. അപ്പൊ ആ ശബ്ദ കുട്ടി കേട്ടാലും മതി. അവസാനം ഇവിടുന്ന് പിരിയുമ്പോ പറഞ്ഞ വാക്കെന്ത്? ലാസ്റ്റ് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ രണ്ട് അള്ളക്കിടയിൽ പിന്നെ അള്ളാഹ് അഫ്വ് ചെയ്യാത്തൊന്നുമില്ല. തുടക്കവും അള്ളാഹ്, അവസാനവും അള്ളയാണെങ്കിൽ അതിന്റെ ഇടയിലുള്ളത് റബ്ബ് നമുക്ക് അഫ്വ് ചെയ്തു തരും. അതങ്ങനെയാ, അതിന്റെ അള്ളാഹുവിൽ നിന്ന് അങ്ങനെയാ പ്രതീക്ഷിക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ ഞമ്മക്കൊക്കെ എങ്ങനെ സ്വർഗം കിട്ടുക? കുറെയൊക്കെ നമുക്ക് റബ്ബിൽ റജാവ് വേണ്ടേ, പ്രതീക്ഷ വേണ്ടേ? അല്ലാതെ നമുക്ക് എങ്ങനെ സ്വർഗം കിട്ടുക? മരണം ആസന്നമായി കിടക്കുന്ന ഒരു മനുഷ്യർ അത്യാവശ്യമായ കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, കഴിഞ്ഞ കാലത്തെ നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടണം, അള്ളാഹുവിനോടുള്ള ഹക്കുകൾ വീട്ടണം, ജനങ്ങളോടുള്ള ഹക്കും വീട്ടണം, കടം ഉണ്ടെങ്കിൽ കടം വീട്ടണം. കടം എന്നതൊരു പ്രത്യേക വിഷയം വന്നതുകൊണ്ട് ഇപ്പോൾ ഞാനത് പറയുന്നില്ല. നമ്മൾക്ക് അത് പറയാൻ തന്നെ ടൈം ഉണ്ടാവില്ല. മയ്യിത്ത് പരിപാലനം എവിടെയും എത്തൂല. കടം ഉണ്ടെങ്കിൽ കടം വീട്ടണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ നിസ്കാരം ഉണ്ടെങ്കിൽ ഒരു 60 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 45 കൊല്ലം പ്രായപൂർത്തിക്ക് ശേഷം ഒരൊറ്റ വക്കത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ ഇപ്പൊ നിസ്കാരമൊക്കെ ഖളാ വീട്ടുക? അപ്പൊ ഒരാഴ്ചത്തെ ജീവിതേ കിട്ടിയുള്ളൂ. ആ ഒരാഴ്ച ഇവൻ ബൈക്കണമാതിരി നിസ്കാരം ഖളാ വീട്ടുക. എന്നിട്ട് പടച്ചോനെ, ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാൻ ഇത്രയും കാലം ഒരു ദുർബല നിമിഷം കൊണ്ട് തെറ്റ് ചെയ്ത് നിസ്കരിച്ചില്ല, എന്റെ ബുദ്ധി ഞാൻ പശ്ചാത്തപിച്ചു, ഇനി മേലിൽ ഞാൻ നിൽക്കാൻ ഒഴിവാക്കൂല, എന്റെ മരണം അടുത്തു കഴിഞ്ഞു, ആകുന്നിടത്തോളം ഞാൻ വീട്ടിയിട്ടുണ്ട്, ഇനി ബാക്കി എനിക്ക് പൊരുത്തപ്പെട്ടതാ എന്ന് പറയുന്ന ഒരു മനസ്സ് ഒരാൾക്കുണ്ടെങ്കിൽ ബാക്കിയുള്ള നിൽക്കാനുള്ള പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന നിങ്ങൾ ചൂഷണം ചെയ്യരുത്. കാരണം എപ്പോഴാ മരിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഒരാഴ്ചത്തെ നിൽക്കാരെങ്കിലും വീട്ടാൻ ടൈം കിട്ടി മരിക്കുന്ന ആർക്കാ ഗ്യാരണ്ടി? ലഅല്ല റഹ്മത റബ്ബിനാ യഖ്സിമുഹാ തഅതി അലാ ഹസബിൽ ഇസ്യാനി ഫിൽ ഖിസമി മൗലായ സ്വല്ലി വസല്ലം അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അള്ളാന്റെ റഹ്മത്താ ഇത്. പടച്ചറബ് ഇങ്ങനൊക്കെ ചില കരുണ നമ്മളോട് വെച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്താ? 60 കൊല്ലത്തെ നിസ്കാരം ഖളാ ആക്കിയ ഒരു മനുഷ്യൻ, അവന്റെ രോഗം അതികലശലാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കുറച്ചൊക്കെ അവനോട് നമ്മൾ പറയാ എന്ത്? ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നാൽ ആ രോഗിയുടെ രോഗം ശിഫയായി തിരിച്ചു വരും എന്ന പ്രതീക്ഷയുള്ള രോഗമാണെങ്കിൽ, ജലദോഷം വന്നു, കണ്ണിന് ചെങ്കണ്ണ്, അയാളെയും കാണാൻ പോകൽ സുന്നത്താണ്. എന്നിട്ട് ചെന്നിട്ട് അയാള് രോഗം ശിഫയാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് സന്തോഷം പറഞ്ഞ് തിരിച്ചു പോരാ. രോഗം ശിഫയാവൂല, ക്യാൻസർ ആണ്, അങ്ങ് എത്തിയിരിക്കുന്ന സംഗതി അപകടമാണെങ്കിൽ അല്പം സൂചന രോഗിക്ക് കൊടുക്കണം. എങ്ങനെ? തൗബാനെ പ്രേരിപ്പിക്കണം എന്നാ. ഇപ്പൊ ഡോക്ടർമാർക്ക് ഒരു പണി തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ രോഗം അതികലശലാണെങ്കിൽ രോഗിനോട് പറയില്ല, കൂടെ ഉള്ള ആളോട് പറയും സംഗതി ബുദ്ധിമുട്ടാണ്, വിചാരിച്ച മാതിരിയല്ലേ, നമ്മളെ വൃത്തം വിട്ടേക്കണം, ഇപ്പോഴാ അറിഞ്ഞില്ല, നിങ്ങളിവിടെ എപ്പോഴും വേണം. ഇത് രോഗിനോട് പറയില്ലെങ്കിലും അടുത്ത ആളോട് പറയും. ഇപ്പൊ ഡോക്ടർമാരെ ചിന്ത അങ്ങനല്ല. ഇപ്പൊ രോഗിനോട് നേരിട്ട് പറയണം എന്നാ. അയാൾ മരിക്കും, ഈ രോഗത്തിൽ നിന്ന് താങ്കൾ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ ഇല്ല എന്നുള്ളൊരു സൂചന നേരിട്ട് രോഗിനോട് പറയും. എത്രയോ രോഗികളോട് ഇപ്പൊ നമ്മളിവിടെ ഈ അടിയിൽ തന്നെ പറഞ്ഞത് നമ്മൾ അതുകൊണ്ട് ഗുണവും ദോഷവും കണ്ടിട്ടുണ്ട്. ഏതോ ആവട്ടെ, ഒരു രോഗിയുടെ അടുക്കൽ ചെന്നാൽ അയാളുടെ അടുക്കൽ രോഗം സുഖപ്പെടൂല എന്നുള്ളതാണെങ്കിൽ അയാളെ തൗബാക്ക് പ്രേരിപ്പിക്കുക. അപ്പൊ ആ ആശുപത്രിയിൽ റേഡിയേഷൻ കഴിഞ്ഞിട്ട് എന്റെ തൊട്ടൊരു അയൽവാസി 22 ദിവസമായി
തിരുവനന്തപുരത്ത് റേഡിയേഷൻ ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. ക്യാൻസറാണ്, എല്ലാം കഴിഞ്ഞു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇപ്പോഴും റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റമദാൻ കഴിയുന്നത് വരെ റേഡിയേഷൻ തുടർന്നുകൊണ്ടിരിക്കും. എന്താപ്പതൊക്കെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. ക്യാൻസറും കണ്ട് പെരുത്തുക്കണം. അല്ലോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മാതാപിതാക്കളെ, മക്കളെയും കുടുംബങ്ങളെയും സ്നേഹിതന്മാരും ദുആവസിയത്ത് ചെയ്തവരെയും സഹായിച്ച എല്ലാവരെയും അല്ലാഹു അത്തരം രോഗങ്ങളിൽ നിന്ന് കാക്കുമാറാവട്ടെ. അപ്പൊ ആ കിടത്തത്തിൽ അയാൾക്ക് എന്ത് ചെയ്യാം? തൗബ ചെയ്യാൻ പറ്റും, വസിയത്ത് ചെയ്യാൻ പറ്റും, കടമ്പ് കിട്ടാൻ പറ്റും. പലരോടും പറഞ്ഞ എന്തെങ്കിലും ഗുരുത്തക്കടക്കണ്ടെങ്കിൽ വിളിച്ചു വരുത്തിയിട്ട് മാപ്പ് പറഞ്ഞ് നന്നായിട്ട് നല്ലവനായി മരിക്കാൻ കഴിയും. നിസ്കാരം ഖളാ വീട്ടി, ഒരാഴ്ച ഖളാ വീട്ടി. അപ്പൊ നമ്മൾ ചിന്തിക്കാണ്, ഏതായാലും ഇപ്പൊ ഞാൻ മരിച്ചു 60 കൊല്ലായി നിസ്കരിച്ചിട്ട് ഇനിയിപ്പോ ഒരാഴ്ച നിസ്കരിച്ചിട്ട് എന്താ എന്നാണെങ്കിൽ അല്ലാഹു തആല ഒരൊറ്റ നിസ്കാരം അവന് മാപ്പ് ചെയ്ത് കൊടുക്കൂല. ഒരാഴ്ചത്തെ നിസ്കാരം ഖളാ വീട്ടിട്ട് അവൻ പറയാം, പടച്ചോനെ ആകുന്നിടത്തോളം ഞാൻ വീട്ടി, ഞാൻ ഏതായാലും തെറ്റ് ചെയ്ത് ഞാൻ പാപിയാണ്, ഞാൻ നിന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടല്ലാതെ ഒരു മാർഗവുമില്ല. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞതായി കാണാം, മഅസിയത്തുൻ ഔറസത് ദില്ലൻ വൻകിസാറൻ ഖൈറും മിൻ ത്വാഅത്തിൻ ഔറസത് ഫഖറൻ വസ്തിക്ബാറാ. തെറ്റ് ചെയ്തിട്ടൊരു മനുഷ്യന് ഞാൻ തെമ്മാടിയാണല്ലോ റബ്ബേ എന്ന് തോന്നുന്ന മനോഭാവവും, നന്മ ചെയ്ത ഒരാള് ഞാൻ അത്യാവശ്യം നിക്കരിക്കുന്ന ഒരാളാണ് എന്ന് തോന്നുന്ന മനോഭാവം നോക്കിയാൽ ഈ തെമ്മാടിയാ നല്ലത് ആ നിക്കാരക്കാരനേക്കാൾ. ഈ മനോഭാവം അള്ളാഹ്ക്ക് വലിയ തൃപ്തിയാ. നമ്മളൊക്കെ ഇപ്പൊ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, നിസ്കരിച്ചതിന്റെ ഷർത്തും ഫർളും എന്താണ്? പടച്ച റബ്ബിനല്ലേ അറിയുള്ളൂ. അതിലെന്തൊക്കെ സ്വീകരിച്ചു, എന്തെല്ലാം സ്വീകരിച്ചില്ല, അതിലൊക്കെ നിബന്ധനകൾ എന്തൊക്കെ ഉണ്ട്, ഇത് പടച്ച റബ്ബിനെ അറിയുള്ളൂ. ഓ സ്വീകരിച്ചാലായി, അല്ലെങ്കിൽ നമ്മളെ കാര്യം അപകടമാണ്. ആരും സമാധാനിക്കണ്ട. അപ്പൊ നമ്മളെല്ലാവരും എന്ത് വേണം? പടച്ചോനെ നിന്റെ റഹ്മത്ത് കൊണ്ടും മഹ്ലു ഫദ്ൽ കൊണ്ടും പുറത്തു കിട്ടിയെങ്കിലായി. ഇത് തൗബ മരണത്തിന്റെ സന്ദർഭത്തിൽ അവൻ ഉണ്ടാക്കുകയും അതിന് മരണത്തിന്റെ ലക്ഷണം കാണപ്പെട്ട ദിക്റ് ആരാ ചൊല്ലിക്കൊടുക്കേണ്ടത്? ദിക്റ് ആരാ ചൊല്ലിക്കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞത് 2 അള്ളാഹ് ഉണ്ടായ അതിന്റെ ഇടയിലുള്ളത് സലാമത്ത് കിട്ടുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാണ്. 60 കൊല്ലത്തെ നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ പോലും ഒരാഴ്ച ഖളാ വീട്ടുമ്പോൾ ഉള്ള മനസ്ഥിതി അന ഇൻദ ദന്നി അബ്ദി ബി, പടച്ചോൻ എനിക്ക് മാപ്പ് ചെയ്തു തരും എന്ന ചിന്തയിൽ ഇത് നിസ്കരിച്ച് പൊരുത്തപ്പെടിപ്പിക്കാൻ തയ്യാറായാൽ അള്ളാഹു അവന്റെ മഹ്ലു ഫദ്ൽ കൊണ്ട് പൊരുത്തപ്പെട്ടു തരും. അവന്റെ കാരുണ്യം പറഞ്ഞതാ ഞാൻ. ആരാ ഷഹാദത്ത് ചൊല്ലി കൊടുക്കേണ്ടത്? അയാളുടെ അടുത്ത കുടുംബങ്ങള്, മക്കൾ ആവരുത്. അയാൾ മരിച്ചാൽ അയാളെ സ്വത്തിന് ആരവകാശമുണ്ടോ ആ അവകാശികളാകാതിരിക്കാൻ ശ്രമിക്കുക. എന്തേ? അയാൾക്ക് തോന്നും, ഞാൻ മരിച്ചാൽ കത്തുക്കല്ലേ എന്റെ മുതല് കിട്ടാൻ, എന്ന് അയാളെ തോന്നിപ്പിച്ച് മരിപ്പിക്കരുത്. അതുകൊണ്ട് പുറത്ത് ആരെങ്കിലുമാണ് അതിന് ഏറ്റവും നല്ലത്. ഇനി അങ്ങനത്തെ ആരും ഇല്ലെങ്കിൽ മക്കൾ തന്നെ, ആരും ഇല്ലെങ്കിൽ പിന്നെ മക്കൾ തന്നെ ചൊല്ലിക്കൊടുക്കുക. മക്കള് ചൊല്ലിക്കോളിയും പാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിർബന്ധിക്കരുത്. പിന്നെ നമ്മൾ ചൊല്ലുന്നത് കേട്ടിട്ട് അയാൾ ചൊല്ലണ അവസ്ഥ ഉണ്ടാകുക. അയാൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും മിണ്ടരുത്. അയാൾ വേറെ വല്ല വർത്തമാനത്തിനും തിരിഞ്ഞാൽ, സുലൈമാൻ ഉസ്താദിന്റെ മകൻ അഹ്സനി അല്ലാഹു ആ കുട്ടിയെടുക്ക് സ്വർഗത്തിൽ അഅ്ലാ ഇല്ലിയീനിൽ പദവി കൊടുക്കുമാറാവട്ടെ. നമ്മളെ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കും റമളാൻ മാസത്തിൽ അള്ളാന്റെ പള്ളിയിൽ വെച്ച് നോമ്പും നോറ്റിയ ഇൽമിന്റെ മജ്‌ലിസിൽ വെച്ച് ഒരാമീൻ പറഞ്ഞ കൂലി ഞമ്മക്കും അതിന്റെ ഫലം അവരെ ഖബറിലും അല്ലാഹു കാണിച്ചു കൊടുക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ജീവിച്ച് മരിച്ച നേതാക്കന്മാർക്ക് മുഴുവൻ പ്രവർത്തകർക്കും നമ്മളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്കും അല്ലാഹു സ്വർഗത്തിലെ ഉന്നതമായ പദവിയും നൽകുമാറാവട്ടെ. ബാപ്പാന്റെ മുമ്പിൽ വെച്ച് സുലൈമാൻ ഉസ്താദിന്റെ മുമ്പിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അങ്ങോട്ട് വീണപ്പോ സുലൈമാൻ ഉസ്താദ് പറഞ്ഞത് കേട്ടതാ. എന്തേ മോനേന്ന് ഞാൻ ചോദിച്ചാൽ ഇല്ല വാപ്പാന്നിട്ട് പറഞ്ഞാലോ, ഒന്നുമില്ല വാപ്പാ, എന്തെങ്കിലും ഒരു നാടൻ വർത്താനം ആ കുട്ടി പറഞ്ഞാൽ ഈ പറഞ്ഞു കിട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ സ്ഥാനത്താവൂലേ എന്ന് വിചാരിച്ച എന്തേ മോനേന്ന് പോലും ഞാൻ ചോദിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചത്തിൽ ചൊല്ലി മരിക്കണത് ബാപ്പൻ കാണാൻ, ബാപ്പാന്റെ മുമ്പിലാണ് വീണ്. അപ്പൊ വീണപ്പോ ബാപ്പ മോനോട് എന്തേ മോനെ എനിക്ക് പറ്റിയെന്ന് ചോദിച്ചില്ല. കാരണം ആ മകൻ ആ ബാപ്പാന്റെ ചോദ്യം ബാപ്പല്ലേ ചോദിച്ചത് എന്ന നിലക്ക് പ്രതികരിച്ചാലോ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ പിന്നെ വേറെ ഒരു സംസാരത്തിന് ഇടമുണ്ടാകരുത്. ഇനി അയാൾ വേറെ വല്ല വർത്താനം പറഞ്ഞാൽ മാത്രം ചെല്ലും. ഒരാൾ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാ മരിച്ചത്, അതിൻ്റെ ഇടയിൽ ഒരു വർത്താനം പറഞ്ഞിട്ട് ചോദിച്ചെങ്കിൽ അയാൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ് ബോധം കെട്ടു,
ഒരു കൊല്ലം കഴിഞ്ഞിട്ടാ മരിച്ചത്, അയാൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വേറെ വർത്താനൊന്നും ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് മതി, കുഴപ്പമില്ല. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് പിരിയലും റൂഹാന്റെ പിരിയൽ അങ്ങനെ വേണമെന്നില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക, ചെല്ലാൻ നിർബന്ധിക്കരുത്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പല ഹോസ്പിറ്റലുകളും എറണാകുളത്ത് തന്നെ ഉള്ള, ഞാനതിന്റെ പേരൊന്നും പബ്ലിക്കിൽ പറയേണ്ട, പറയുന്നത് ഉചിതവുമല്ല. പല ഹോസ്പിറ്റൽ, ഇസ്മായിൽ ഉസ്താദ് ഇന്നങ്ങൾ തൽക്കാലം ഇവിടുന്ന് കൊണ്ടുപോയി എന്ന് നിർബന്ധം പിടിച്ചത് ആ രംഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. എറണാകുളത്ത് ഹോസ്പിറ്റലിൽ നിന്ന് നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് രോഗമതി കലശലായപ്പോ നിങ്ങൾ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. എന്റെ അവിടെ ഇങ്ങനെ അമ്മന്റെ പാട്ടാ. എറണാകുളത്ത് എത്ര ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിയോ? ലസി ഹോസ്പിറ്റൽ ഉണ്ട്. ഒരു മുസ്ലിം കുടുംബം, ഒരു മുസ്ലിം പെണ്ണ് കൊടുത്ത സ്ഥലമാണത്. അതൊക്കെ അക്കാലത്ത് ഒക്കെ നമ്മളെ എഫ്എസ്ആറിന്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ എന്തേക്കാരപ്പത് മുതല് അത് ക്രിസ്ത്യൻ ആശുപത്രിയായി മാറി. ഒരു മുസ്ലിം സ്ഥലമാണ്, മുസ്ലിം പെണ്ണിന്റെ കുടുംബത്തിന്റെ സ്ഥലമാണത്. അപ്പോ അവിടെ 24 മണിക്കൂറും ഈ ക്രിസ്ത്യൻ പാട്ടായിരിക്കും, മറ്റോടത്ത് അമ്മന്റെ പാട്ടുമായിരിക്കും. ഇതും കേട്ട് മരിക്കേണ്ടതില്ല. ഈ മ്യൂസിക് ഉള്ള സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്ക് വരൂല. ചില ആൾക്കാരെ സ്ഥിതി എന്താണെന്ന് അറിയാം, രോഗം മതി കലാശലാന്ന് കണ്ട ആശുപത്രിക്കാണ് കൊണ്ടുപോയി ആക്കുന്ന, പിന്നെ നമ്മളൊന്നും അറിയണ്ട, മരിച്ചെല്ലാം കഴിഞ്ഞിട്ട് തരും. അങ്ങനെ ഒരു അവസ്ഥ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. ഉമ്മാക്കും പാപ്പാക്കും തീരെ വെച്ചാതായ പിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഓല് പറയുന്നുണ്ടാവും, നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയിട്ട് മര്യാദക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനോട് സമ്മതിക്കാതെ ഈ മൂക്കിൽ കൂടിയും വായിൽ കൂടിയും കുന്തട്ട് കയറ്റിയിട്ട് എന്നെ അടങ്ങാറാക്കല്ലേന്ന് വരെ വാപ്പ പറഞ്ഞിട്ടുണ്ടാവും, ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും, കുടുംബങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞമ്മക്കെന്തോ ഒരു ഇനിയിപ്പോ അവസാനം വെച്ച് വാപ്പാനെ നോക്കിയില്ലാന്ന് വേണ്ടാന്നുള്ള ഇത് രോഗം ഇനി ശിഫ കിട്ടൂല എന്ന് തീരുമാനിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ രോഗം മൂർജിക്കും തോറും പിന്നെ ഇമ്മൻസിനെ അടങ്ങാറാക്കാൻ എന്തിനാണ് കൊണ്ടുപോകണത്? അവിടെ കൊണ്ടുപോയിട്ട് ICUവിന്റെ ഉള്ളിൽ കയറ്റണത് എന്തിനാണ്? നമുക്ക് ഉറപ്പല്ലേ നമുക്കത് കടക്കാൻ പറ്റൂല, ഒന്ന് ചൊല്ലിക്കൊടുക്കാൻ പറ്റൂല. അതൊക്കെ നമ്മൾ അതിന്റെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട വിധം ബുദ്ധിപരമായി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ദിക്റുകൾ ചൊല്ലിക്കൊടുക്കാൻ അവസരം ഉണ്ടാകണം, നഷ്ടപ്പെടുത്തരുത്. പിന്നെ ഈ പാട്ടും കേട്ട് മരിക്കണ ഒരവസ്ഥയും കൂടി അയാൾക്ക് വരുത്തി തീർക്കരുത്. റഹ്മത്തിന്റെ മലക്ക് അവർക്ക് വരൂല ഈ മ്യൂസിക് ഉള്ള സ്ഥലത്ത് എന്നുള്ളത് ഉറപ്പാണ്. മ്യൂസിക് ഒന്നും ഹലാലായിട്ടില്ല. നമ്മളെ മൊബൈലിലൊക്കെ മ്യൂസിക് കയറ്റി എന്ന് വിചാരിച്ചിട്ട് മ്യൂസിക് ഹലാലാവൊന്നുമില്ല, അത് ഹറാം തന്നെയാണ്. മ്യൂസിക് കേൾക്കൽ ചെവിയുടെ ദോഷത്തിൽപ്പെട്ടതാണ്. അവിടെ ഈ മ്യൂസിക്കുകളും കിങ്ങിണികളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കണം. പണ്ടൊരു കാലത്ത് അതിനൊക്കെ വലിയ അയിത്തം കൽപ്പിച്ചിരുന്നു നമ്മള്, അങ്ങനെ തന്നെ അതിന്റെ ശറഴും. അത് ഇന്നിപ്പോ എന്തായി, എല്ലാരടുത്തും ഈ മൊബൈൽ കണ്ട് വർദ്ധിച്ചപ്പോ എന്തായി, ഒക്കെ കിങ്ങിണി അങ്ങോട്ട് കൂടി, മ്യൂസിക്കുകൾക്ക് ഒരു വിലയില്ലാതായി. പാട്ടുകൾ മ്യൂസിക് വെച്ച്, പണ്ടത്തെ ഒരു കാലത്ത് ദഫുള്ള പാട്ട് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളെ പ്രസ്ഥാനവും സംഘടനയും ഔദ്യോഗിക ലെവലിൽ ഇറക്കണതൊക്കെ അത്ര സൂക്ഷിച്ച് തന്നെ എപ്പോഴും ഇറക്കണത് അതൊക്കെ ദഫ് പാട്ടുകൾ മാത്രമേ ഉള്ളൂ. വേറെ മ്യൂസിക് കലർന്ന പാട്ടുകൾ മുസ്ലിമീങ്ങൾക്ക് ശറഅ് അനുവദിച്ചു തന്നിട്ടില്ല സഹോദരങ്ങളെ. ഇതൊക്കെ നമ്മളെ പേരിൽ TV വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആ TV-യിൽ എന്തെല്ലാമോ സീരിയലുകളോ റിയാലിറ്റി ഷോകളോ അപകടകരമായ വസ്തുക്കൾ നടക്കുന്നതിനിടയിൽ അപ്പുറത്തെ റൂമിൽ വല്യമ്മ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്. ആ വല്യമ്മാന്റെ അടുത്ത് റഹ്മത്തിന്റെ മലക്ക് വരുമോ? പവർ കട്ടുള്ള നേരത്തെ മരിച്ചേണ്ടി വരും. അല്ലാതെ എങ്ങനെ റഹ്മത്തിന്റെ മലക്ക് കൊടുക്ക് വരിക? ഇതൊന്ന് ഓഫാക്കിയ ടൈമുണ്ടോ? ഫോട്ടോ ഉള്ള സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്ക് വരൂല. ഏത് വീട്ടിലാ ഫോട്ടോ ഇല്ലാത്തത്? ഞാൻ എല്ലാ വീട്ടിലുണ്ട് എന്ന് സൂലത പറയാൻ പാടില്ലല്ലോ. ഇല്ലാത്ത വീടുകളും കാണാം, അപൂർവം. ഷോക്കേസിൽ ഒരു ആനക്കുട്ടിനെ, ഒരു പൂച്ചക്കുട്ടിനെ, എന്തെങ്കിലും ഒരു TV ഷോക്കേസിലുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ വരച്ചു വെച്ചതുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും കലണ്ടർമ ഫോട്ടോ ഉണ്ടാവും. ഇത് കേട്ടുകാണ്ട് മഹാത്മാഗാന്ധിന്റെ ഫോട്ടോ കലണ്ടർമെന്ന് വെട്ടിയിട്ട് ഇന്ത്യന്റെ രാഷ്ട്രപതിനെ അനാദരിച്ചു എന്നുള്ള ശിക്ഷയും കുഴപ്പമൊന്നും ഉണ്ടാക്കി തീർക്കേണ്ട. അത് ആദ്യം തന്നെ സൂക്ഷിച്ചാൽ മതി. അതൊക്കെ ആദ്യം തന്നെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. ചിലപ്പോൾ ചില ക്ലോക്കുകൾ വാങ്ങി അതിലുണ്ടാവും ഒരു കിളി ആടിക്കൂടി, അല്ലെങ്കിൽ ക്ലോക്ക് മുട്ടണ സമയത്ത് ഒരു കിളി വന്നിട്ട് ക്ലിംഗ്ലിംഗ് എന്ന് പറഞ്ഞാണ് പോകലായിരിക്കും ഉണ്ടാകുക. ഇതൊക്കെ ജീവികൾ പ്രത്യക്ഷപ്പെട്ട കോലത്തിൽ ഫ്രെയിം ചെയ്ത് തൂക്കുകയോ ഷോക്കേസിൽ പ്രദർശനത്തിന് വെക്കുകയോ ചെയ്ത ഈ ജീവികളുടെ ഫോട്ടോ ഉള്ള സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്ക് വരില്ലെന്ന് നബിയുള്ളാഹി. ഫോട്ടോ എടുക്കൽ നല്ലൊരു പണിയാ അല്ല, അതൊന്നും പ്രശ്നമല്ല. ഈ മൊബൈലിൽ ഇത് വന്നതോടുകൂടി പിന്നെ അതൊരു പ്രശ്നേ അല്ലാതായി മാറി. ആമായ ബലാ ആയി. ഹുഫാസിന്റെ നരച്ചീറിലിന്റെ കാട്ടം പള്ളിക്കൽ ആമായ ബലാ എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ ഒരു ആമായ ബലാ ആയി മാറിയിട്ട് എല്ലാ സ്ഥലത്തും.
മരിക്കണ സ്ഥലത്ത്. പെണ്ണുങ്ങൾ തലയിൽ തുണിയിടാത്ത പെണ്ണുങ്ങൾ മരിക്കുന്ന മനുഷ്യന്റെ സമീപത്തുണ്ടെങ്കിൽ റഹ്മത്തിന്റെ മലക്ക് അവർക്ക് വരൂല. ജനാബത്തുള്ള മനുഷ്യനും ഹൈളുള്ള പെണ്ണുങ്ങൾ മരിക്കുന്ന സ്ഥലത്ത് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. റഹ്മത്തിന്റെ മലക്ക് വരില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ട സമയത്ത് നമ്രൂദ് എത്രയോ ദൂരത്ത് നിന്ന് ഈ വില്ല് വെച്ചിട്ട് ഇബ്രാഹിം നബിനെ തീയിലേക്ക് എറിയാണ്. നേരെ തീയിന്റെ അടുത്ത് പോയി ഇടാൻ ചൂടിന്റെ ഹാവി കൊണ്ട് അടുക്കാൻ വയ്യ. എത്ര എറിഞ്ഞിട്ടും നരകത്തിന്റെ ഈ തീയ്ക്ക് പോയിട്ട് വീണില്ല. അപ്പൊ ഇവര് ആ വിഷയത്തിൽ കുഴങ്ങിയപ്പോ ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടോടെ അവൻ പിന്നെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എന്തേ ഇബ്രാഹിം നബിനെ എറിഞ്ഞിട്ട് തീയിൽ വീകാത്തത് നിങ്ങൾക്ക് അറിയോ? റഹ്മത്തിന്റെ മലക്കുകൾ തട്ടുകയാണ്. ഈ റഹ്മത്തിന്റെ മലക്ക് ഇവിടുന്ന് പോയാലേ ഈ ഇബ്രാഹിം നബി തീയിൽ ചെന്ന് പോകുള്ളൂ. എങ്ങനെ റഹ്മത്തിന്റെ മലക്ക് പോവുക? തലയിൽ തുണിയിടാത്ത കുറച്ച് പെണ്ണുങ്ങളെ ഇവിടെ കൊടുന്ന് നിർത്തിയാൽ മതി, റഹ്മത്തിന്റെ മലക്കുകൾ പോയിക്കോളും. അങ്ങനെ തലയിൽ തുണിയിടാത്ത കുറച്ച് പെണ്ണുങ്ങൾ അവിടെ കൊടുന്ന് നിർത്തിയപ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ ആ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമായി ഇബ്രാഹിം നബി തീയിൽ പോയി വീണു. അല്ലാഹു ഇബ്രാഹിം നബിക്ക് തീയിൽ സംരക്ഷണം കൊടുത്തു. പക്ഷേ റഹ്മത്തിന്റെ മലക്ക് അവിടെ നിന്ന് പോയി എന്ന് ചില തഫ്സീറുകളിൽ കാണാം. അപ്പൊ തലയിൽ തുണിയിടാത്ത പെണ്ണുങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല. ഒരു വീട്ടിനകത്ത്, എന്റെ വീട്ടിൽ എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, ഞാനും മാത്രമേ ഉള്ളൂ, ഫുള്ളായിട്ട് അഴിച്ചിടാലോ, എന്താ ഇതിന് കുഴപ്പം? എന്നാലത് ഒരു അദബുള്ള പണിയല്ല എന്നാണ്. അതൊരു അദബും ചെയ്യലുള്ള പണിയല്ല. ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ഭരണാധികാരി ഹാഷിമി കുടുംബത്തിൽപ്പെട്ടതാണ്. തന്റെ ഭാര്യ സുബൈദയും ഹാഷിമിയാണ്. രണ്ടുപേരും ഹാഷിമിയായ ഭരണാധികാരികൾ ഇസ്ലാമിൽ അപൂർവമാണ്. അപൂർവങ്ങളിൽ അപൂർവമാണ്. ഈ ഹാറൂൻ റഷീദിന് അമീൻ മഅ്മൂൻ എന്ന രണ്ട് മക്കളും. മഅ്മൂനിനെ അമീൻ കൊന്നു. അതിൽ ദുഃഖിതയായ സുബൈദ എന്റെ മോനെ കൊന്നല്ലോ എന്ന അർത്ഥത്തിൽ ആ സങ്കടം കടിച്ചു പിടിച്ചിരിക്കുമ്പോ മഅ്മൂന് വന്നിട്ട് ഉമ്മാനോട് ചെന്നിട്ട് ചോദിച്ചു, എന്താണ് ഉമ്മ, നിങ്ങൾ എന്തിനാണ് ഈ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചെയ്ത കൃത്യത്തിൽ നിങ്ങൾക്ക് വേവലാതി ഉണ്ടാകുമല്ലേ നിങ്ങളെ മോനെ കൊന്നതിന്? അപ്പൊ ഇത് രണ്ടും ഉമ്മാക്കുള്ളതാ, ഒരു ഉമ്മാക്കുള്ളതല്ല. ഈ മഅ്മൂന്റെ ഉമ്മ ആരാന്നറിയാം? അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, സുബൈദ പറഞ്ഞു, മോനെ ഞാൻ നിന്റെ കാര്യത്തിൽ അല്ലടാ വേവലാതിപ്പെടുന്നത്, ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ വേവലാതിപ്പെടും. എന്താണെന്നറിയോ? എന്റെ ഭർത്താവായ നിന്റെ ബാപ്പ ഹാറൂൻ റഷീദ് ഞാനും കൂടി ചെസ് കളിച്ചു. ചെസ് കളി ഇസ്ലാം അനുവദിച്ചു തന്നതാ. ബുദ്ധി വികാസം ഉണ്ടാകുമെന്ന കാരണത്താൽ ചെസ് കളി മാത്രമാണ് ശറഈ മുസ്ലിമീങ്ങൾക്ക് അനുവദിച്ച കളി. ഫുട്ബോളൊന്നുമല്ല. ചെസ് കളിയോട് ബുദ്ധി വികാസം ഉണ്ടാവും. അങ്ങനെ നിന്റെ ബാപ്പയും ഞാനും തമ്മിൽ ചെസ് കളിച്ചപ്പോ ഞങ്ങൾ അതിൻ്റെ ഇത് നല്ല ഒരു അർത്ഥവത്തായ വിഷയം ഇതിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ പറയണത്, കളിച്ച ആര് തോറ്റു ആര് ജയിച്ചു, ജയിച്ചോൻ ആവശ്യപ്പെടുന്നത് തോറ്റോൻ ചെയ്തു കൊടുക്കണം. അങ്ങനെ കരാറില്ല ഞങ്ങൾ കളിച്ചത്. ഞങ്ങൾ രണ്ടുപേരും കളിച്ചു. ഹാറൂൻ റഷീദ് ജയിച്ചു, ഞാൻ ജയിച്ചു. ഹാറൂൻ റഷീദ് ജയിച്ചു, ഞാൻ തോറ്റു. ജയിച്ചോൻ ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്തു കൊടുക്കണമല്ലോ. ഹാറൂൻ റഷീദ് ആവശ്യപ്പെട്ടു, എന്ത്? സുബൈദ, ഇത്രയും കാലായിട്ട് നിന്റെ ശരീരം മുഴുവൻ ഞാൻ കണ്ടിട്ടില്ല. ഹലാലാണ്. ഒരു ഭാര്യന്റെ ശരീരം ഭർത്താവിന് ഹറാമൊന്നുമല്ല. പക്ഷെ നിന്റെ ശരീരം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അത്രയും സൂക്ഷിച്ചല്ലേ കഴിഞ്ഞത്. അള്ളാഹ് ഹറാമാക്കിയിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നഗ്നമായ നിന്റെ ശരീരം എനിക്കൊന്ന് കാണണം. ഓ, സുബൈദ പറഞ്ഞു, ദയവ് ചെയ്ത് പ്ലീസ് നിങ്ങൾ അത് ചോദിക്കരുത്. എന്ത് വേണമെങ്കിലേക്കോ ഞാൻ തരാം, അത് മാത്രം ചോദിക്കരുത്. നിന്റെ ശരീരത്തിൽ നീ വസ്ത്രം എല്ലാം കൂടി ഇങ്ങോട്ട് അഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും എനിക്ക് കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തുണ്ടാക്കരുത്, നിന്റെ ശരീരം പൂർണ്ണമായി നഗ്നമാക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടരുത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ കരാറിനെതിരല്ലേ? ജയിച്ചോൻ ആവശ്യപ്പെട്ട് തോറ്റോൻ ചെയ്തു കൊടുക്കണം, വകവെച്ചു കൊടുക്കണം എന്നുള്ളത് നമ്മളെ കരാറിൽപ്പെട്ടതല്ലേ. അതുകൊണ്ട് ഹാറൂൻ റഷീദ് ജയിച്ചു, ഭർത്താവാണ് ജയിച്ചത്, ഭാര്യ ഇത് ചെയ്തേ പറ്റൂ. പിടിവാശി പിടിച്ചു ഹാറൂൻ റഷീദ്, ഇതല്ലാത്ത ഒന്നും എനിക്ക് വേണ്ടാറോ. ഭാര്യ പറഞ്ഞ്, വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്തരാം, ഇക്കാര്യം മാത്രം പറയാം. എന്റെ മേത്തുനിന്ന് ഒരു തോല് കിടക്കീച്ചന മാതിരിയാണ്, അത് നിങ്ങളോടത് പറയരുത്. ഹാറൂൻ റഷീദും കിട്ടിയില്ല. ജീവിതത്തിൽ ആദ്യം ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ ഒരു ഹയാവും സൂക്ഷ്മതകൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ ആദ്യമായി തന്റെ ഭാര്യയുടെ ശരീരം മൊത്തം വന്ന് ഹാറൂൻ റഷീദ് കണ്ടു.
സുബൈദ പറയാണ്, എന്റെ മാനം പോയി, എന്റെ തോലുമേത്തുനിന്ന് ചീന്തി, അതിന് മാത്രം ഞാൻ വഷളായിപ്പോയി. ഞാൻ ആരെ മുമ്പിലാടോ? കാണൽ ഹലാലായ ഒരു ഭർത്താവിന്റെ മുമ്പിലാണ്. എന്നിട്ടാപ്പ ഈ പറയണത്. സംഗതി അങ്ങനെ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കളി വീണ്ടും രണ്ടുപേരോട് ചെസ് കളിച്ചാൻ തീരുമാനിച്ചു. അന്നും കരാറ് തന്നെയാണ്, ജയിച്ചോൻ ആവശ്യപ്പെട്ടത് തോറ്റോൻ ചെയ്തു കൊടുക്കുക. കരാർ അങ്ങനെ തന്നെ. അന്ന് സുബൈദ ജയിച്ചു, ഹാറൂൻ റഷീദ് തോറ്റു. അപ്പൊ സുബൈദ പറഞ്ഞു, ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ചെയ്യണം. നിങ്ങളെ ശരീരം വസ്ത്രം മുഴുവൻ അയച്ചിടണം. എന്താ നോക്കിക്കോടി, നമ്മളെ സ്ഥിതി അതാ. ഞമ്മക്കുണ്ടോ കുറവ്? ജാതി നാണല്ലാത്ത കൗമ്. നമ്മളിത് ചോദിക്കാൻ കത്തുകല്ലേ, അടക്കി കഴിച്ചിട്ട് കൊടുക്കാൻ. അതല്ലല്ലോ സുബൈദ ആവശ്യപ്പെടുന്നത്. സുബൈദ ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? സുബൈദ പിടിച്ചു കൊണ്ടുപോയിട്ട് അടുക്കളയിലുണ്ട് തന്റെ വേലക്കാരി പെണ്ണായ അടിമസ്ത്രീയെ ശറയിൽ ബന്ധപ്പെടാം, നിക്കാഹ് ചെയ്തില്ലെങ്കിലും ബന്ധപ്പെടാം. പക്ഷെ ഇവൾ നീഗ്രോ അടിമ, ഇപ്പൊ കറുത്ത കാക്കയേക്കാൾ കറുത്ത ഒരു കരിമ്പി പെണ്ണ എന്ന് മാത്രമല്ല കറുപ്പിനുമുണ്ടൊരഴക്. ലൈലാ മജ്നൂൻ കറുത്തിട്ടാ. ലൈലാ മജ്നൂനിനെ പ്രേമിച്ച കാവ്യം പാടിച്ച ഇംറുൽ ഖൈസിനെ പോലത്തെ ആളുകളില്ലേ, കാക്കയേക്കാൾ കറുത്ത കരിമ്പി പെണ്ണ ലൈലാ മജ്നൂൻ എന്നാ. പക്ഷേ സൗന്ദര്യത്തിൽ അറബ് ലോകത്ത് എന്നെ കവച്ചു വെക്കാൻ ഉമ്മ പറ്റൊരു കുട്ടി അറബ് ലോകത്തില്ലാന്നാ ഓളവാദം. എന്ത് സൗന്ദര്യാന്നറിയോ? കറുപ്പിന് സൗന്ദര്യമുണ്ട്, അതാ ഷെയ്പ്പാണ്. ഇത് കളറാണ്, കറുപ്പും ഒരു ഭംഗിയുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? ഈ കറുത്തിട്ട് സൗന്ദര്യം പോലും ഒരൊറ്റ വട്ടം മൂത്തുക്കൊരു മനുഷ്യൻ നോക്കൂല, അങ്ങനത്തെ ഒരു വിരൂപിയായ പെണ്ണ് ആ പെണ്ണിന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് ഹാറൂൻ റഷീദിനെ കൈപിടിച്ച് കൊണ്ടുപോയിട്ട് സുബൈദ് എന്ത് പറഞ്ഞു? ഈ പെണ്ണുമായി നിങ്ങളൊരു പെണ്ണ വെള്ളാട്ടിയെ ബന്ധപ്പെട്ടു. ഇന്ന് വെള്ളാട്ടില്ലട്ടോ, ഇന്ന് വെള്ളാട്ടി സമ്പ്രദായം ലോകത്തെവിടെയുമില്ല. ശറഇൽ വെള്ളാട്ടി പെണ്ണിനെ നിക്കാഹ് ചെയ്തില്ലെങ്കിലും ബന്ധപ്പെടാം. അല്ലാഹുവിന്റെ റസൂലിന് ഒരു വെള്ളാട്ടി പെണ്ണുണ്ടായിരുന്നു, മാരിയത്തുൽ ഖിബ്തിയ. അതിൽ ജനിച്ച കുട്ടിയാണ് റസൂലുള്ളാഹിന്റെ അബ്ദുല്ലാ എന്ന് പറയുന്ന മോൻ. അപ്പോ വെള്ളാട്ടികൾ അങ്ങനെ സ്വഹാബത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് ലോകത്ത് അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. ഇനി ഒരു സംവിധാനം വരികയാണെങ്കിൽ അക്കാലത്ത് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ ഹാറൂൻ റഷീദ് പറഞ്ഞു, സുബൈദ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഇത് മാത്രം പറയരുത്, ദയവ് ചെയ്ത് എന്നോട് അത് പറയരുത്. എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കും, ഞാൻ വിട്ടുകൊടുത്തില്ല. കാരണം അന്ന് എന്റെ മേത്ത് നാ തോല് വീഴ്ചത് എന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോണില്ല. എന്റെ വസ്ത്രം മുഴുവൻ അഴിച്ചില്ലേ, എന്റെ ശരീരം നഗ്നമാക്കിയില്ലേ. അത് ഞാൻ എന്റെ ഭർത്താവിന്റെ മുമ്പിലാണെങ്കിലും ഞാൻ മുഴുവനും അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കണ്ടില്ലേ. ഹയാ ഇല്ലാത്ത ഈ പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലേ എന്ന സങ്കടം കൊണ്ട് പിടിച്ച പിടിവാശിയിൽ നിന്ന് ഞാൻ വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഭർത്താവിനെ കൊണ്ട് ബന്ധപ്പെടിപ്പിച്ചു. ഭർത്താവ് ബന്ധപ്പെട്ടു. അതിൽ ജനിച്ച കുട്ടിയാടാ നീ. അതിൽ ജനിച്ച കുട്ടിയെ ഇജ്ജുണ്ടാവാൻ കാരണക്കാരൻ ഞാനാ. ഞാൻ അന്നാ പിടിവാശി പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നീ ജനിക്കൂലായിരുന്നു. നീ ജനിച്ചിട്ടില്ലെങ്കിൽ എന്റെ കുട്ടിനെ കൊല്ലൂലായിരുന്നു. ഇജ്ജ് കൊന്നതിനല്ല എനിക്ക് പരാതി, അന്ന് ഞാൻ ആ പണി ചെയ്യിപ്പിച്ചതിനാണ് ഇപ്പോൾ ഞാൻ സങ്കടപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഒരു ശരീരം വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ വീട്ടിനകത്താണ്. ഞാനും എന്റെ ഭാര്യയും വീട്ടിനകത്ത് സ്വന്തമാണ്. എന്നാലും തലയിൽ തുണിയിടാതെ നടക്കുക, അവരത്ത് വെളിവാക്കി നടക്കുക എന്നുള്ളത് ഒരു നല്ല മനുഷ്യന്മാർക്ക് പറ്റിയ നല്ല സ്വഭാവമല്ല. ശറഅ് ഹറാമാക്കിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാം ചെയ്യാൻ പറ്റുമോ? ശറഅ് ഹറാമാക്കിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാം നമുക്ക് ചെയ്യണത് അദബിനും മര്യാദക്കും എതിരായ കുറെ സംഗതികൾ. അപ്പൊ അത് സൂക്ഷിക്കണം. റഹ്മത്തിന്റെ മലക്ക് വീട്ടിൽ വരാൻ വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും പെണ്ണുങ്ങൾ തലയിൽ തുണിയിട്ടിട്ട് വേണം ഇരിക്കാൻ. അപ്പൊ മരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് തലയിൽ തുണിയിടാത്ത ഒരു പെണ്ണ് ഉണ്ടെങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലക്ക് വരുന്നതിന് തടസ്സമാണ്. ഫോട്ടോ, നായ, ഇതൊന്നും മരിക്കണ മനുഷ്യന്റെ സമീപത്തോടെ ഉണ്ടാവരുത്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ കണ്ണ് അടച്ചുപൂട്ടി രണ്ട് കൈയും കാലും പിടിച്ചിട്ട്, ഇന്നലെ ഞാൻ പറഞ്ഞതുകൊണ്ട് എണ്ണി പറഞ്ഞു പോകണേയുള്ളൂ, വിശദീകരിക്കണില്ല. കൈകാലുകളൊക്കെ അവയവം മടക്കുകയും വീർത്തുകയും ചെയ്ത് മാർദ്ദവമാക്കണം. വയറിന്റെ മുകളിൽ വയറ് വീർത്തു പോകാതിരിക്കാൻ കനമുള്ള ഒരു സാധനം വെക്കണം. ഒരു ചെറിയ മണ്ണിന്റെ ഉരുള കുഴച്ചിട്ട് കൊണ്ടുപോയി വെക്കുക. ഇരുമ്പിന്റെ കഷ്ണം വെക്കുക. ഇത് രണ്ടും നോക്കിയാൽ ഇരുമ്പ് വെക്കല അഫ്ളല്. ഇരുമ്പിന്റെ ഒരു ചെറിയ കഷ്ണം
അത് ഒരു മയ്യത്തിന് ഭാരമുണ്ടാകുന്ന തരത്തിൽ വെക്കൽ ഹറാമുമാണ്. ജീവിതകാലത്ത് ഒരു മനുഷ്യന്റെ വയറ്റത്ത് വെച്ചാൽ അവർക്ക് പ്രയാസം തോന്നുന്നുവോ അത്തരം വസ്തു മരണത്തിന് ശേഷവും വെച്ചാൽ ഹറാമാണ്. ഒരു താക്കോലും കൂട്ടം ചെറിയ ഒരു അത് വയറ് വീർത്തു പോകാതിരിക്കാൻ ആ സാധനം വെച്ചാൽ വയറ് വീർക്കൂല. വയറ് ശരീരം മൂടിയിട്ട് ആ മൂടിയതിന്റെ മുകളിൽ അത് വെക്കലാ സുന്നത്ത്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യരെ എങ്ങനെയാ കിടത്തേണ്ടത് ചെരിച്ചാണ്. ഒന്നാം സ്ഥാനം അത് ചെരിച്ചാ കിടത്തേണ്ടത്. വലതുഭാഗത്തിന്റെ മേല് ചെരിച്ച് നെഞ്ചും മുഖവും ഭാഗത്തേക്കാക്കി ചെരിഞ്ഞു കിടക്കുക വേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഇടതുഭാഗത്തേക്ക് തെക്കോട്ട്. രോഗിയായി കിടക്കുമ്പോഴും അങ്ങനെയാ കിടത്തേണ്ടത്, മരിച്ചാലും കിടത്തേണ്ടത് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ കിടക്കുമ്പോ ഈ വയറ്റിന്റെ മുകളിൽ വെക്കുമ്പോൾ ഒരു കയറ് വെച്ച് കെട്ടേണ്ടി വരും. മാത്രവുമല്ല കഴിഞ്ഞ കാല സ്വാലിഹീങ്ങളുടെ അമല് മുഴുവനും ഇതിനെതിരാ. ഒന്നാം സ്ഥാനം പറഞ്ഞത് കിതാബിൽ ഇങ്ങനെയാണ്. പക്ഷെ കിതാബിൽ അങ്ങനെ പറഞ്ഞെങ്കിലും അമല് അങ്ങനെയല്ല. അപ്പൊ കഴിഞ്ഞ കാല സ്വലാഹിയത്തുള്ള ആളുകളൊക്കെ കിടത്തിയത് എങ്ങനെയാ? മലർത്തി എന്നെ കിടത്തിയത്. അപ്പൊ നമ്മളും മലർത്തി എന്നെ കിടത്തേണ്ടത്. കിതാബിൽ ഒന്നാം സ്ഥാനം എണ്ണൽ ഏതിനാണ്? ഇതിനാണ്. പക്ഷെ നമ്മളെ അമല് എങ്ങനെയാണ്? കഴിഞ്ഞകാല സ്വാലിഹീങ്ങളൊക്കെയും കിടത്തി പോകുന്നത് മലർത്തിയായതുകൊണ്ട് മലർത്തി കിടത്തലാ നല്ലത്, പ്രബലം. അപ്പൊ മലർത്തി കിടത്തുമ്പോ എങ്ങനെ കിടത്തണം? കിഴക്ക് പടിഞ്ഞാറിന് കിടക്കണം. കാലിന്റെ അടിഭാഗം ഖിബിലാന്റെ നേരെ, തല ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറിലായിട്ട്, തല കിഴക്കേ ഭാഗത്ത് കാല് പടിഞ്ഞാറേ ഭാഗത്ത്, കാലിന്റെ അടിഭാഗം ഖിബിലന്റെ നേരെയാക്കിയിട്ട് കിടത്തുക. തല ഒരു ലേശം ഒന്നിങ്ങനെ തലേണിയോ എന്തെങ്കിലും ഒരു ചെറിയ ഒരു തെരിക ഇങ്ങനെ ചുരുട്ടിയിട്ട് മുണ്ട് ചുരുട്ടിയിട്ട് പെരടിന്റെ ഇവിടെ വെച്ചു കൊടുത്തിട്ട് തല ഇങ്ങനെ ഒന്ന് പൊന്തിച്ചാൽ ഖിബിലന്റെ ഭാഗത്തേക്ക് മുഖമാകുന്ന കോലത്തിൽ, വികൃതമല്ലാത്ത കോലത്തിൽ. രോഗിയായി കിടത്തുമ്പോഴും അങ്ങനെയാ കിടത്തേണ്ടത്, മരിച്ചാലും കിടത്തേണ്ടത് അങ്ങനെ തന്നെയാ കിടത്തേണ്ടത്. അങ്ങനെ കിടത്തും. കയ്യും കാലൊക്കെ നിവർത്തി മടക്കിയൊക്കെ ചെയ്തിട്ട് രണ്ട് കാലുകൾ തമ്മിലൊന്ന് പിടിച്ച് കെട്ടൽ, രണ്ട് കാലിന്റെ വിരലുകൾ തമ്മിൽ പിടിച്ചിട്ട് അകന്നു പോകാതിരിക്കാൻ വേണ്ടി അത് രണ്ടൊന്ന് പിടിച്ച് ബന്ധിപ്പിക്കുക. അതൊക്കെ മയ്യത്തിനോട് മാർദ്ദവമായിട്ടേ ചെയ്യാവും. മരിക്കുന്ന സമയത്ത് ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഊരിയിട്ട് നേരിയ ഒരു വസ്ത്രം കൊണ്ടങ്ങ് മൂടുക. ഇത് ഹജ്ജിന് ഇഹ്റാം ചെയ്ത മനുഷ്യനാണെങ്കിൽ അയാളുടെ തല മറക്കാൻ പാടില്ല. അപ്പൊ ഹജ്ജിന് ഇഹ്റാം ചെയ്ത ഒരു മനുഷ്യനെ മൂടുന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ മുണ്ടിടുന്ന സമയത്ത് ഇങ്ങനെയാണ് മുണ്ടിടേണ്ടത്. അയാളെ തല മറച്ചിട്ടില്ല, മുഖം മറക്കണ ഈ വിരോധമില്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആൾക്ക് തല മറക്കാൻ പാടില്ല എന്നതുകൊണ്ട് അയാളെ മയ്യത്ത് മൂടുന്ന സമയത്തും കഫൻ ചെയ്യുന്ന സമയത്തും മുഖത്തിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് മറക്കാം, തല മറക്കാൻ പാടില്ല. ഒന്നായിട്ട് തല തുറന്നിടലുണ്ട്, അവിടെ മുഖം മറച്ചു വെച്ചിട്ട് കുഴപ്പമില്ല. പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ മുഖം മറക്കരുത്, തലയൊക്കെ മറക്കണം. ഇഹ്റാം ചെയ്താൽ മറക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ മരിച്ചാൽ മൂടുന്ന സമയത്തും കഫൻ സമയത്തും മറക്കാൻ പാടില്ല. അവർ നാളെ പരലോകത്ത് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും മഹ്ശറിൽ വരിക. നബിയുനാ റസൂലുള്ളാഹി മരിക്കാൻ തയ്യാറായിട്ട് മരണത്തോട് ബന്ധപ്പെട്ട് കിടക്കണ മനുഷ്യരെ എപ്പോഴും വൃത്തിയിൽ കിടത്തണം. നല്ല വൃത്തിയിൽ, മൂത്രത്തൊന്ന് വൃത്തിയായി നല്ല വസ്ത്രം ധരിപ്പിച്ച് എപ്പോഴും ആ റൂമൊക്കെ കടന്ന സുഗന്ധം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ കിടത്തുന്നത് നല്ല മരണമാകാൻ എളുപ്പമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും എല്ലാം കൂടി പറയുമ്പോൾ നമ്മൾ മരിച്ചൂല, അപ്പോഴൊന്നും മരിച്ചൂല. അപ്പൊ തൽക്കാലം ഇപ്പൊ അത് മരിച്ച് നാളെ കബറാ വിഷയം. നാളെ തന്നെ കബർക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റന്നാളെ കബർക്ക് പോകാം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം അത്യാവശ്യമുള്ളത് കൊണ്ട് ഇതിന്റെ ബാക്കി നാളെയും കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. കബറ് ഇനിയും പറയാൻ സമയം കിട്ടിയെങ്കിൽ പറയാം. അപ്പോ മരിച്ചു കഴിഞ്ഞാൽ മരണത്തിന് മുമ്പ് ഇതാണ്, അയാളെ നല്ല വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധം. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് ഒരാൾ വന്നാലും എന്താണ്, അതൊരു വൃത്തിയാണ്. ഒരാൾ രോഗി ഒരു വീട്ടിലുണ്ടെന്ന് കണ്ടാൽ മുറ്റത്ത് ചെന്നാ മനസ്സിലാവും ഇവിടെ രോഗിയുണ്ട്. ആ കോലത്ത് അപ്പൊ ആ വീട്ടിൽ ജീവിക്കണം. മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ് ഇത്? കാരണം അവർക്കും കൂടി രോഗം വരൂലേ? അപ്പൊ എപ്പോഴും ആ റൂം വൃത്തിയാവണം, വസ്ത്രം വൃത്തിയാവണം, അയാളും വൃത്തിയാവണം, അയാൾക്ക് സുഗന്ധങ്ങൾ പുരട്ടി കൊടുക്കണം, അയാൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് സുഗന്ധം പുരട്ടി കൊടുക്കണം. മലക്കുകൾ വരുമ്പോ സന്തോഷമാകണം മലക്കുകൾക്ക്. അപ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ ഈമാനോടെ മരിക്കാൻ എളുപ്പമായ ഒരു അവസ്ഥ ഉണ്ടാക്കി കിട്ടും. അങ്ങനെ മരിച്ചാൽ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു വേറെ വസ്ത്രം കൊണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുത്തൂടെ?
നമ്മളൊരാൾ മരിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അയാളെ കയ്യും കാലും നീർത്തലും, താട പിടിച്ച് കെട്ടലും, കണ്ണ് താക്കലും, കയ്യും കാലും നിവർത്തലും, വസ്ത്രം ഉരിഞ്ഞ് വേറെ വസ്ത്രം കൊണ്ട് പൊതിയലും, കട്ടിയുള്ള ചെറുതായിട്ട് കനമുള്ള ഒരു ഇരുമ്പിന്റെ കഷ്ണം, ഒരു സാധനം, അല്ലെങ്കിൽ കയ്യിലുള്ള ചാവി, ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കാറിന്റെ ചാവി മതി, ആവശ്യം നടക്കാൻ അത് മതി. അത് വയറ്റിന്റെ മുകളിൽ വെച്ചു കൊടുത്താൽ. എന്നിട്ട് ഇപ്പൊ വീട്ടിൽ തന്നെയാണെങ്കിൽ ഇതൊക്കെ അവിടെ ചെയ്ത് കട്ടിലൊക്കെ അതിനനുസരിച്ച് പിടിച്ചിട്ട് അങ്ങനെ ചെയ്ത്, നേരത്തെ തന്നെ രോഗിനെ കിടത്തിയത് അങ്ങനെയാണെങ്കിൽ പിന്നെ തിരിച്ചാനൊന്നുമില്ല, അങ്ങനെ തന്നെ കിടത്തിയിട്ട്, ആശുപത്രിയിലാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പിന്നെ വരേണ്ടി വരും, കൊണ്ടുവരേണ്ടി വരും. വന്ന് മരിച്ച വിവരം അനൗൺസ് ചെയ്യുമല്ലോ ഇന്ന്, അത് നല്ലതാണ്, അത് കുറ്റപ്പെടുത്തേണ്ട ഒരു സംഗതിയല്ല. മയ്യിത്ത് നിസ്കാരത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മയ്യിത്തിന് ദുആ കിട്ടാൻ വേണ്ടിയിട്ട് മരണവാർത്ത അറിയിക്കൽ സുന്നത്താണ് എന്ന് തുഹഫയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നജാശി രാജാവ് മരിച്ച വിവരം നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ആ വിവരം നബി തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ വിളംബരം ചെയ്യുകയും ചെയ്തതായി ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തെളിവ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, ഉമ്മു ഹിജൻ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഇല്ലാത്ത സമയത്താണ് ആ പെണ്ണ് വഫാത്തായത്, ആ സ്വഹാബി വനിത വഫാത്തായത്. തങ്ങൾ വന്നപ്പോൾ ചോദിച്ചു, ആ പെണ്ണ് അവിടെ പോയി? ആ പെണ്ണ് മരണപ്പെട്ടു പോയി. എന്തുകൊണ്ട് നിങ്ങൾ ആ വിവരം എന്നെ അറിയിച്ചില്ല എന്ന് അള്ളാഹു റസൂൽ ചോദിച്ചു. അവൾ മരിച്ച വിവരം എന്നെ നിങ്ങൾ അറിയിച്ചില്ല. അപ്പൊ മരിച്ച വിവരം അറിയിക്കുന്നത് സുന്നത്താണ് എന്ന് ഫുഖഹാ രേഖപ്പെടുത്തി. എന്താണ് അതിന്റെ ലക്ഷ്യം? അതിന്റെ ലക്ഷ്യം അയാളുടെ പേരിൽ മയ്യിത്ത് നിസ്കാരത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ, ഒരുപാട് ആളുകൾ അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയാൻ. എന്നാൽ പിന്നെ ചില കിതാബിന്റെ ഇബാറത്തുകളിലോ ഉദ്ധരണികളിലൂടെ മരിച്ച വാർത്ത വിളിച്ചറിയിച്ചുകൊണ്ട് പാടില്ല എന്ന് കാണാം. എന്താ ആ പറഞ്ഞതിനർത്ഥം? അത് അക്കാലത്ത് ജാഹിലിയത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവരെ പ്രധാനികളും പ്രമുഖന്മാരുമായ ആളുകൾ മരണപ്പെട്ടാൽ അവര് നാട്ടിൽ ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട്, ഒരു ഒട്ടകപ്പുറത്ത് കയറിയിട്ട് ചണ്ടിയും കോയലും വിളിച്ചിട്ട്, ആ ഇന്നയാള് മരിച്ചു, അയാള് ഭയങ്കര മനുഷ്യനായിരുന്നോ, അയാളെ മത് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അയാൾ മരിച്ചല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നെഞ്ഞത്ത് അടിച്ചുകാണ്ട് കരഞ്ഞുകാണ്ട് പോണ ഒരു പരിപാടി അന്ന് നമുക്കുണ്ട്. അതാണ് മരണവാർത്ത അറിയിക്കരുത് എന്ന് വിരോധിച്ച വിരോധത്തിന്റെ പൊരുള്. അതേ സമയത്ത് അതല്ലാത്ത മയ്യിത്ത് നിസ്കാരത്തിൽ ആളുകൾ കൂടുതൽ കൂടാൻ വേണ്ടിയിട്ട് മരണവാർത്ത അറിയിക്കുന്നത് നല്ല പണിയാണ്, ഒരു വേള അത് സുന്നത്തുമാണ് എന്ന് കിതാബിൽ കാണാം. അപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ ഈ മരണവാർത്ത അറിയിക്കുന്നത് എന്തിനാ? മരിച്ചു എന്ന വാർത്ത അറിയിക്കുന്നത് ആ മരണത്തിന്റെ തജ്ഹീസുകളിൽ, അതിന്റെ സംസ്കരണ ചടങ്ങുകളിൽ പങ്കെടുക്കാനും നിസ്കാരത്തിൽ ആളുകൾ കൂടാനുമാണ്. അപ്പൊ പിന്നെ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ നമ്മൾ ആ മരിച്ചോടത്തൊന്ന് പോയി വരും, അങ്ങനെയല്ല. മരണക്രിയകളിലൊക്കെ പങ്കെടുത്ത് അതിൽ ജനാസയുടെ കൂടെ പോയി, മയ്യത്തിന്റെ കൂടെ പോയിട്ട് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത് ഖബറിലേക്ക് മയ്യത്ത് ഇറക്കി വെച്ചിട്ട് ആ മയ്യത്തിന്റെ മൂടുകല്ലും വെച്ച് മണ്ണിട്ട് പോരുന്നത് വരെ ഒരു മനുഷ്യൻ പങ്കെടുത്താൽ ലഹു ഖീറാത്താൻ, 2 വലിയ കൂമ്പാരം, ഉഹദ് മലയോളം വലിപ്പമുള്ള 2 വലിയ കൂമ്പാരം പ്രതിഫലം ഞാൻ അല്ലാഹു അവന് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കരിക്കാൻ കൂടി, ബാക്കി നിസ്കാരം സലാം വിട്ട് എല്ലാവരും എടുത്ത് പിരിഞ്ഞു. പിന്നെ മയ്യത്ത് കൊണ്ടേ അടക്കാൻ ആ മയ്യത്തിന്റെ കുടുംബക്കാരെ മാത്രമാണ് ബാക്കി ഉണ്ടാകുക. ഓൽക്ക് പിന്നെ അതല്ലാതെ മാർഗവുമില്ലല്ലോ. അപ്പൊ പിന്നെ അവര് മാത്രമാണ്. എന്നാൽ ഈ നിസ്കാരത്തിൽ പങ്കെടുത്ത് പോയാൽ ഒരു ഖിറാത്ത് നഷ്ടപ്പെട്ട്, ഖിറാത്ത് എന്ന കൂമ്പാരം, ഉഹദ് മലയോളം വലിപ്പമുള്ള കൂമ്പാരം പ്രതിഫലം മാത്രമല്ല, ആ മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് പറഞ്ഞിട്ട് വാരിയിടുന്ന ആ മണ്ണ്, കുറച്ച് മണ്ണ് വാരിയിട്ട് ഇങ്ങനെ ഇടരുത്, ഒരനുള്ള് ബർക്കത്തിന്, അതല്ല, 2 കയ്യോണും കൂടി ഇങ്ങോട്ട് കോരിയിട്ട് നിറച്ചുണ്ടാവണം, തോനുണ്ടാവണം. കാരണം ആ മണ്ണ് അച്ചൽക്ക് മീസാനുക്കാണ് വെക്കും നാളെ പരലോകത്ത്. അപ്പൊ ഭാരം കൂടുതലുള്ള ഒരു അമല, ഭയങ്കര വെയിറ്റാ ഈ വാരിടന മണ്ണിന് പരലോകത്ത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഈ വാരിടന മണ്ണ് തോന മണ്ണ് വാരിടാൻ ശ്രമിക്കുക. 2 കയ്യും വാരി കോരി നിറച്ച് വാരിയിട്ട് അങ്ങോട്ട് ഖബർ കിടണം. ഒരു പിടി ഇങ്ങനെ വാരിടുക, അങ്ങനെ കയ്യമ്മ ചളിയാകാനാവൂല എന്നുള്ള അഭിപ്രായത്തിനാണ്. നാം വാരിടും വേണം. ആരെ പോപ്പിച്ചാനാ ഇത്? എന്തിനാ പത്ര ഇടങ്ങാറാവണു? ആരെപ്പം എന്നോട് ഇവിടെ വാരിയിട്ടിട്ടേ പോകാൻ പാടുള്ളൂ പറഞ്ഞു. ഇത് സുന്നത്ത് വിചാരിച്ചിട്ടാ നാം നല്ലോണം വാരിയിട്ടാനുണ്ട്. കാരണം നാളെ പരലോകത്ത് മീസാൻ എന്ന തുലാസിൽ അമലുകൾ തൂക്കി നോക്കുമ്പോൾ ഭാരം കൂടിയ ചുരുക്കം ചില അമലുകൾ, ഭയങ്കര വെയിറ്റുള്ള അമല്. ഏതാ? അതിൽപ്പെട്ട ഒന്നാണ് ഈ
ബുഖാരി ഇമാം സഹീഹുൽ ബുഖാരിയുടെ അവസാനത്തെ ഹദീസ് എന്താ? കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹ്. ഇതാണ് ഏറ്റവും ഭാരം കൂടുന്ന അമല്. നാവിന് വളരെ എളുപ്പം, ചെല്ലാൻ വളരെ എളുപ്പം, പരലോകത്ത് ഭയങ്കര വെയിറ്റും. ഇതുകൊണ്ടാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി അവസാനിപ്പിച്ചത്. ഇതുപോലെ പരലോകത്ത് ഭയങ്കര വെയിറ്റുള്ള ഒരു അമലാണെന്ത്? ഖബർക്ക് മണ്ണ് വാരിടാൻ 3 പിടി മണ്ണ് വാരിടൽ ഭയങ്കര വെയിറ്റ് ഉള്ളതാണ്. ഇതും കൂടി കഴിഞ്ഞിട്ടേ പോരാവൂ. അത് വലിയ പ്രതിഫലമുള്ളൊരു സംഗതിയാണ്. അപ്പൊ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകലും, അതിനു മുമ്പ് മയ്യത്തിനെ കുളിപ്പിക്കാൻ, അപ്പൊ ആ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളപ്പോ നാട്ടിൽ ഇത് വിചാരിച്ചിട്ട് അനൗൺസ് ചെയ്യണത്. പക്ഷെ മരിച്ചു എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞു, മരിച്ചോടത്ത് വന്നു, ഒരു പോയി, അങ്ങനെയായി ചുരുങ്ങിപ്പോയി. ഇത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ആ മയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനും കൂടാൻ സൗകര്യമില്ല. ജോലി തിരക്കും ബുദ്ധിമുട്ടും പ്രയാസമുള്ള മനുഷ്യന്മാരൊക്കെ അല്ലേ, അത് ശറഉ പരിഗണിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അത് എല്ലാവർക്കും വാജിബാക്കാതെ പോയത്. ഫർള് കിഫയായിട്ട് സംഗതി നാട്ടിൽ നടക്കണം. ഒരാൾ മരിച്ചു എന്നതുകൊണ്ട് മറ്റൊരാൾക്കൊരു ഭാരമായിട്ട് ഓ മരിച്ചാൻ കണ്ട ഒരു നേരം എന്ന് പറയിപ്പിക്കരുത്. ആ കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കണം. നമുക്ക് സൗകര്യം ഉണ്ടോ ആ അമലുകൾ പരമാവധി നമ്മൾ ചെയ്തെടുക്കുകയും വേണം. മരണ വാർത്ത വിളിച്ചു പറയുന്നതാ അപ്പൊ പറഞ്ഞത്. അതിന് വിരോധമില്ല, അതൊരു നല്ല പരിപാടിയാണ്. അതിന്റെ ലക്ഷ്യം എന്താകണം? മയ്യിത്ത് നിസ്കാരത്തിൽ ആളുകൾ പങ്കെടുക്കണം. ഇനി ആ വീട്ടിൽ പിന്നെന്താ വേണ്ടത്? ആ മരിച്ച മയ്യത്തിന്റെ സമീപത്ത് ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുക. മരണം ആസന്നമായാൽ യാസീൻ സൂറത്ത് ഓതൽ സുന്നത്താണ്. മരണം ആസന്നമായവർക്ക് തേന് തൊട്ടുകൊടുക്കൽ സുന്നത്തുണ്ട്. തേന് തൊട്ടുകൊടുക്കൽ സുന്നത്തുണ്ട്. മരിക്കാൻ പോണാക്ക് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടുക്കൽ അയൽവാസികളായ 2 കുട്ടികൾ ഓടി വന്നിട്ട് പറഞ്ഞു, സയ്യിദ് എന്നവരെ, ഞങ്ങളെ വാപ്പ മരിക്കാൻ പോവാ, നിങ്ങളൊരു ലേശം തേൻ തരുമോ? മരിക്കണൊക്കെ തേന് തൊട്ടുകൊടുക്കൽ സുന്നത്തുണ്ടല്ലോ, ഞങ്ങളെ വാപ്പ മരിക്കുകയാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? 2 വലിയ പീപ്പ തേനെടുത്തിട്ട് ഇതാണ് കൊടുത്താളി ഇടാറ്, മക്കൾക്ക് ഇതാണ് കൊടുത്താളിയാണ്. അപ്പൊ സയ്യിദ് ഇബ്നു സാബിത്തിന്റെ മക്കള് പറഞ്ഞു, അതാ കുട്ടികളെ കളിയാക്കാലല്ലേ, മരിച്ചിട്ട് തൊട്ടുകൊടുക്കാൻ, മരിക്കുന്നോടത്ത് തൊട്ടുകൊടുക്കാൻ തേന ചോദിച്ചപ്പോ ഈ 2 വലിയ ദാറുമ്പീപ്പ തേന കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാ കുട്ടികളെ കളിയാക്കാലല്ലേ എന്ന് പറഞ്ഞപ്പോ ഇടാ, അവര് ചോദിച്ചത് അവരെ ആവശ്യത്തിനാ, നമ്മൾ കൊടുക്കേണ്ടത് അള്ളാഹ് നമുക്ക് തന്നതിനനുസരിച്ചാ. നമുക്ക് റബ്ബ് തോനെ തന്നുകണ്, തോനെ കൊടുക്കണം. ആവശ്യം നമ്മൾ നോക്കണ്ട, അതിൽ നിന്ന് ഓൽക്ക് ആവശ്യമുള്ളത് ഒരു എടുത്തോട്ടെ എന്ന് പറഞ്ഞ ഒരു രംഗമുണ്ട്. അത് വേറൊരു വിഷയത്തിലേക്കും കൂടി സൂട്ടാൻ നമ്മുടെ തേന് തൊട്ടുകൊടുക്കൽ സുന്നത്തുണ്ട്. മരിക്കണ സമയത്ത് വയറ്റിൽ തേനുണ്ടാകുന്നത് നല്ല ലക്ഷണമാണ്. പരലോകത്തിന്റെ രക്ഷയ്ക്ക് ഉതകുന്ന വലിയൊരു സംഗതിയാണത്. അങ്ങനെ അവിടെ കൂടിയ സന്ദർഭത്തിൽ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് മരിക്കണോടത്ത് യാസീനൂത, മരിക്കാൻ പോണ മനുഷ്യൻ്റെ യാസീനൂത, മരിച്ചു കഴിഞ്ഞാലും യാസീനൂത. സൂറത്തുർ റഅദ് ഓതൽ സുന്നത്താ. മരണം ഹാളറായവന്റെ അടുക്കൽ സൂറത്തുർ റഅദ് ഓതൽ സുന്നത്താണ്. ആ റൂഹ് വേണ്ട പിരിഞ്ഞു കിട്ടണം. റൂഹ് പിടിക്കാൻ തുടങ്ങിയോ ബേം പിരിഞ്ഞു കിട്ടണം. സക്കറാത്ത് തുടങ്ങിയാ ബേം മരിച്ചു കിട്ടണം എന്നാ. കാരണം ഈ വേദന കുറെ നേരം കിടന്ന് അനുഭവിക്കണമല്ലോ. അപ്പൊ അത് പിടിക്കാൻ തുടങ്ങിയാൽ വേഗം ഊരിപ്പോയി കിട്ടണം. അതിന് പറ്റിയ ചില പണികളാണ്. 1 സൂറത്തുർ റഅദ് ഓതുക. 2 മിസ്വാക്ക് ചെയ്തു കൊടുക്കുക. മയ്യത്തിന് മിസ്വാക്ക്, മരിക്കണ ആൾക്ക്, മരിച്ചതിന് ശേഷമല്ല, മരിക്കണ ആൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുത്താൽ വേഗം റൂഹ് പിരിഞ്ഞു കിട്ടുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റൂഹ് സക്കറാത്ത് അസ്രായിൽ റൂഹ് പിടിക്കാൻ തുടങ്ങിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് മിസ്വാക്ക് ചെയ്തു കൊടുത്തിരുന്നു. കയ്യിന്റെ വിരലോടെ മിസ്വാക്ക് ചെയ്യാൻ പറ്റൂല, സുന്നത്ത് കിട്ടൂല. എത്ര വരമുള്ള കയ്യാണെങ്കിലും ശരി, കയ്യിന്റെ വിരലോട് മിസ്വാക്ക് ചെയ്താൽ അപ്പൊ ഇങ്ങനെ ഒരു ടവല് ചുറ്റിയിട്ട്, ഒരു തുണി ചുറ്റിയിട്ട് ആയാൽ സുന്നത്ത് കിട്ടും. നമ്മൾ ജീവിച്ചിരിക്കണ മനുഷ്യന്മാര് മിസ്വാക്ക് ചെയ്യണ സുന്നത്ത് കിട്ടാൻ ഒരു തുണിക്കഷ്ണം കയ്യിന്റെ വിരല് ചുറ്റിയിട്ട് മിസ്വാക്ക് ചെയ്താൽ സുന്നത്ത് കിട്ടും. മയ്യത്തിനും അതുപോലെ ചെയ്തെടുത്താൽ സുന്നത്ത് കിട്ടും. കടി കിട്ടണത് നോക്കണം. മയ്യത്ത് ചിലപ്പോൾ കടിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തുണിയിട്ടിട്ട് പാപ്പാന്റെ പല്ലിങ്ങനെ ഇങ്ങനെ മിസ്വാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മരണവേദന അടിപൊളി കടിച്ചു പോവാ വിരലിന്. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരു മിസ്വാക്ക് എടുത്തുകൊണ്ട് തന്നെ, ബ്രഷ് എടുത്തുകൊണ്ട് തന്നെ, സോഫ്റ്റ് ബ്രഷ് എടുത്തിട്ട് മിസ്വാക്ക് ചെയ്യുന്ന സുന്നത്ത് നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി ഈ മയ്യത്തിന് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേ വേണ്ടു. അല്ലാതെ ഇതിപ്പോ കുറെ പേസ്റ്റൊക്കെ തേച്ച് പാപ്പാക്കുന്നതിൻ്റെ ഉള്ളിൽ ഈ ചലും കോലും എല്ലാം കൂടി ഇട്ടിട്ട് കുത്തി കിളുമ്പാനല്ല പറഞ്ഞത്.
ഒരു മിസ്വാക്ക് ബ്രഷ്, സോഫ്റ്റ് ബ്രഷ് എടുത്തിട്ട് ഒന്ന് നനക്കണം. നനക്കൽ സുന്നത്താണ്. നനച്ചിട്ട് വലതുഭാഗത്തുനിന്ന് തുടങ്ങി ഇടതുഭാഗത്തേക്ക് എത്തിച്ചിട്ട് 1, 2, 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ ആ സുന്നത്ത് കിട്ടി. സംഗതി വേഗം റൂഹ് പിരിഞ്ഞു കിട്ടും. അപ്പൊ വേഗം മരിച്ചിട്ടണം എന്നാ ആവശ്യം? അതെ, റൂഹ് പിടിക്കാൻ തുടങ്ങിയാൽ മരിച്ചിട്ടണം. ഇനി അയാൾ ഇങ്ങോട്ടില്ലല്ലോ, മുട്ടം വിട്ടു. റൂഹ് പിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് എന്താ വേണ്ടത്? ഇത് 99 വട്ടം കീപ്പെട്ടിട്ട് മേപ്പെട്ടിട്ട് ഇങ്ങനെ വലിക്കാൻ നിൽക്കരുത്. ഇത് വേഗം പിരിഞ്ഞു പോയി കിട്ടലാണ് ഇനി ആവശ്യം. അതിന് ഏറ്റവും നല്ല പണിയാണ്. അങ്ങനെ ഇനി നമ്മൾക്കുള്ളത് ഈ മയ്യത്തിന്റെ സമീപത്തിരുന്ന് ഖുർആൻ ഓതുക. അവിടെ ബർക്കത്തുകൾ ഇറങ്ങട്ടെ. മാതൃഭൂമി പത്രം വായിക്കല്ല, അള്ളാഹിന്റെ കലാമ് എവിടെ ഓതിയോ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നുള്ളത് ഉറപ്പാണ്. ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ റൂഹ് പിരിഞ്ഞു പോയാലും ആ വീട്ടിലും ബർക്കത്ത് വേണം, ഈ മയ്യത്തിന്റെ സമീപത്തും ബർക്കത്ത് വേണം. മരണപ്പെട്ട വീട്ടിൽ ഖുർആൻ ഓതൽ സുന്നത്തായ സംഗതിയാണ്. സ്വഹാബത്തിന്റെയും കഴിഞ്ഞകാല സ്വാലിഹീങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നടന്നതായി കാണാൻ കഴിയും. എതിർത്തിരുന്ന ഇബ്നു തീമിയാന്റെ ഹളറത്തിൽ വരെ ആയിരക്കണക്കിന് ഖത്തമോദി നൽബിദായത്ത് വന്യായിൽ കാണാം. ബിദ്അത്തുകാരെ പാടെ ഖുർആൻ ഓതൽ പാടില്ല, ബിദ്അത്താണ്, തെറ്റാണ്, ആ സ്ഥാനത്ത് മാതൃഭൂമി വഹിക്കുകയാണ് പുണ്യം, ഖുർആൻ ഓതലല്ല പുണ്യം എന്ന് പറഞ്ഞാൽ, ഖുർആൻ ഓതാൻ ഇന്ന സ്ഥലത്തെ പാടുള്ളൂ, ഇന്ന സ്ഥലത്ത് പാടില്ല എന്ന് വിലക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പാടില്ല. ബാത്റൂമിൽ വെച്ച് ഖുർആൻ ഓതരുത് എന്ന് വിലക്ക് വന്നിട്ടില്ലേ? സംയോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിക്റുകളും ഖുർആൻ ഒന്നും പാടില്ല. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നബിന ശൈത്താൻ അല്ലാത്ത മറ്റു ദിക്റുകൾ പാടില്ല. സ്ഖലനം സംഭവിക്കുമ്പോഴും ഈ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നബിന ശൈത്താൻ സുന്നത്തുണ്ട്. പക്ഷെ അത് നാവുകൊണ്ട് പറയരുത്, ഖൽബിലേ പറയാവൂ. ഇതൊക്കെ ഉണ്ട്. പാടില്ലാത്ത സ്ഥലങ്ങൾ വിലക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ ഇഖ്റഉൽ ഖുർആന, ഖുർആൻ ഓതുക എന്ന കൽപ്പന അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിലുണ്ടെങ്കിൽ പിന്നെ ഓതാൻ പാടില്ലാത്ത സ്ഥലം വിലക്ക് വരല്ലേ വേണ്ടത്? അങ്ങനെ വിലക്കിയിട്ടുണ്ടോ? മരിച്ചിടത്ത് നിങ്ങൾ ഓതരുത് റസൂൽ കൽപ്പിച്ചു. അങ്ങനെ ഓരോന്നും പറയണോ? അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പാടില്ലാത്ത സ്ഥലം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളടത്തൊക്കെ ഓതാം. അപ്പൊ മരിച്ചോടത്ത് ഓതാൻ പാടില്ല എന്ന ഒരു കൽപ്പന എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അതാ കിട്ടേണ്ടത്. കുലു, നിങ്ങൾ തിന്നോളൂ, വസ്റബു, നിങ്ങൾ കുടിച്ചോളൂ. കുടിക്കാൻ പാടില്ലാത്തതിനോട് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കുടിക്കാം. തിന്നാൻ പാടില്ലാത്ത സാധനം എണ്ണി പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ തിന്നാം. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നുണ്ടായിത്തീരുന്ന ഈ വസ്തുക്കളെല്ലാം കൂടി ഇപ്പൊ ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ വരുമ്പോ തിന്നാൻ പറ്റൂലേ? ഇതൊക്കെ എണ്ണി പറയണ്ടേ? അത് എണ്ണി പറയാൻ മാത്രം കിതാബോടെ രചിച്ചുണ്ടാക്കിയ എത്രമാതിരി കിതാബുകൾ വേണ്ടി വരും? അതല്ല അത് ഇവിടെ വേണ്ടത്. പാടില്ലാത്തത് ഇവിടെ പറയാൻ വേണ്ടത്. അപ്പൊ മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്നെവിടെയുള്ളത്? എവിടെയില്ല എന്നല്ല. കഴിഞ്ഞ കാല ആളുകളുടെ ചരിത്രത്തിൽ മരണപ്പെട്ട സ്ഥലത്ത് ഖുർആൻ ഓതിയ ചരിത്രമാവുള്ളത് സ്വാലിഹീങ്ങളുടെ. അപ്പൊ നമ്മള് മരണപ്പെട്ടാൽ, പെണ്ണുങ്ങൾ മരിച്ചാൽ, അവിടെ ആ പരിസരത്തിന്റെ പെണ്ണുങ്ങൾ ഖുർആൻ ഓതാൻ പറ്റിയവരിൽ അവരെ വിളിച്ചിരുത്തിയിട്ട് അവര് ഖുർആൻ ഓതൽ തുടങ്ങുക, അള്ളാഹുവിന്റെ റഹ്മത്ത് അവിടെ ഇറങ്ങാൻ. അതിനിപ്പോ പെണ്ണുങ്ങൾ മരിച്ചാൽ പിന്നെ ദുഃഖത്തിലിരിക്കുന്ന പെണ്ണുങ്ങളെ സമാശ്വസിപ്പിക്കേണ്ടയിടത്ത് പോയിട്ട് അവരെ കൂടുതൽ കരയിപ്പിക്കുന്ന വർത്താനങ്ങളും അങ്ങനത്തെ വിഷയങ്ങളാണല്ലോ പെണ്ണുങ്ങൾ ഒരു 4 എണ്ണം കൂടിയാ പിന്നെ ഉണ്ടാകുക. അത് പെണ്ണുങ്ങൾക്ക് നമ്മൾ മരിച്ചെടുത്ത് പോകാൻ നിങ്ങളെ ഭാര്യമാരോടും മക്കളോടും കണിശമായ നിർദ്ദേശം കൊടുക്കണം. അവിടെ ചെന്നിട്ട് ആ മയ്യത്തിനെ ആശ്വസിപ്പിക്കണം, നല്ല വാക്ക് പറയല്ലാതെ കൂടുതൽ അവരെ സങ്കടപ്പെടുത്തുന്ന വിഷമകരമായ വാക്കുകൾ പറയരുത് എന്ന് നല്ലൊരു ഉപദേശം. ഇതിപ്പോ ഈ പ്രസംഗം പെണ്ണുങ്ങൾ കേൾക്കണില്ല, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ വീടുകളിൽ പോയിട്ട് നിങ്ങൾ ആ ഉപദേശം കൊടുക്കണം. ഇനി നമുക്ക് കുളിപ്പിക്കാൻ പോകുന്ന സന്ദർഭം, കുളിപ്പിക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞു, തണുത്ത വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്. ചുടുവെള്ളം കൊണ്ട് കുളിപ്പിക്കൽ എപ്പോഴാ? മയ്യത്തിന്റെ ശരീരത്തിൽ പിടിച്ചു നിൽക്കുന്ന അഴുക്ക് പുറത്തു കളയാൻ സോപ്പും താളിയും കിട്ടാനില്ലെങ്കിൽ ചുടുവെള്ളം കൊണ്ടാണ് പോവാന്ന് കാണുമ്പോഴാണ് ചുടുവെള്ളം കൊണ്ട് കുളിപ്പിക്കുക.
ഒരു മയ്യത്തിനെ ഒരു കട്ടിലിന്റെ മുകളിൽ കിടത്തണം. പബ്ലിക് സ്ഥലമല്ലാത്ത ഒരു മറയുടെ ഉള്ളിൽ ഒരു കട്ടിലിന്റെ മുകളിൽ മയ്യത്തിനെ കിടത്തണം. മരിച്ചു കിടക്കുമ്പോഴും കുളിപ്പിക്കാൻ കിടക്കുമ്പോഴും മയ്യത്തിനെ കിടത്തേണ്ടത് എങ്ങനെ? ഒരു കട്ടിലിന്റെ മുകളിൽ കിടത്തണം. കട്ടിലിന്റെ മുകളിൽ കിടത്തിയിട്ട് പൂർണ്ണമായും ശരീരം പറ്റുമെങ്കിൽ ഒരു നീളം കുപ്പായിട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടെങ്കിലും ഉടുത്തിട്ട് ആ മയ്യത്തിനെ തോർത്തുമുണ്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കുളിപ്പിക്കേണ്ടത്. തോർത്തുമുണ്ട് ഉടുത്തു കൊടുത്തിട്ട് ഔറത്ത് കാണാത്ത വിധത്തിലാണ് കുളിപ്പിക്കേണ്ടത്. മയ്യത്തിനെ അല്പം പൊക്കി നിർത്തിയിട്ട് വയറ്റിന്റെ മുകളിൽ ശരിക്കൊന്ന് തടകിയിട്ട്, നമ്മളെ കാൽമുട്ടിലേക്ക് ആ മയ്യത്തിനെ കിടത്തിയിട്ട് വയറ്റിന്റെ മുകളിൽ അമർത്തി ഒന്ന് തടകുക. മൂത്രവും കാഷ്ടവും വയറ്റിൽ കെട്ടി നിൽക്കുന്നത് പുറത്തു വരാൻ പരമാവധി അതിലേക്ക് നമ്മൾ നോക്കാതിരിക്കുക. മയ്യത്തിന്റെ ഗുഹ്യഭാഗങ്ങളിലേക്ക് ഔറത്തിലേക്ക് തീരെ നോക്കാതിരിക്കുക. ചില നജിസ് കഴുകി വൃത്തിയാക്കി കളയണമെങ്കിൽ നോക്കിയെങ്കിലേ പറ്റൂ, എങ്കിൽ അത് അനുവദനീയമാണ്. അല്ലാത്ത കാലത്തോളം മയ്യത്തിന്റെ ഔറത്തേക്ക് നോക്കരുത്. ഈ നജിസ് കളഞ്ഞതിന് ശേഷം അവിടെ കിടത്തിയിട്ട് മയ്യത്തിന്റെ ശരീരത്തിൽ മൊത്തത്തിലൊന്ന് വെള്ളമൊഴിക്കുക. മയ്യത്ത് കുളിപ്പിക്ക് ചെറിയ രൂപവും വലിയ രൂപവും ഉണ്ട്. എന്താ ചെറിയ രൂപം? ചെറിയ രൂപം ആ മയ്യത്തിന്റെ ശരീരത്തിൽ മൊത്തം വെള്ളം എത്തിയാൽ മതി, എല്ലായിടത്തും അത് വെള്ളം എത്തിയാൽ മതി. നജസ് ഉണ്ടെങ്കിൽ അത് പോണം. ഇതാണ് ഇപ്പൊ ഫറള് വീടാൻ എന്ത് മതി? ഫറള് വീടാൻ ആ മയ്യത്തിന്റെ ശരീരത്തിൽ നജസ് പോയതിനു ശേഷം, നജസ് ഇല്ലെങ്കിൽ ശരീരത്തിൽ മൊത്തത്തിലൊന്ന് വെള്ളം എല്ലാ സ്ഥലത്തും എത്തുക എന്നുള്ളതാണ്. തൊട്ട് വരട്ടല്ല, മയ്യത്തിന് മുകളിൽ കൂടി വെള്ളം ഒലിപ്പിക്കും. എല്ലാ സ്ഥലത്തും വെള്ളം ഒലിപ്പിക്കാൻ കഴിയൂലെങ്കിൽ താഴ്മം ചെയ്തു കൊടുക്കണം. മയ്യത്തിന്റെ ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യണ മയ്യത്തുണ്ടാവുമല്ലോ, അത് ചിലപ്പോ കുളിപ്പിക്കാൻ പറ്റൂല. അവര് പറയും കഴുകാൻ പറ്റൂല, അല്ലെങ്കിൽ കുളിപ്പിക്കാൻ പറ്റൂല എന്ന് പറയും. ആകുന്നിടത്തോളം കുളിപ്പിക്കണം. ആ പോസ്റ്റ്മോർട്ടം ചെയ്ത് തുന്നിക്കൂട്ടിയ സ്ഥലത്ത് വെള്ളം ചേർന്നിട്ട് അതിന്റെ പേരിൽ വല്ല പ്രത്യാഘാതങ്ങളും രക്തം ഒലിച്ചിട്ട് നിൽക്കാതെ പള്ളിയിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കഫൻ ചെയ്ത് നിൽക്കാനോ കഴിയാത്ത വിധത്തിൽ അതുകൊണ്ട് നാറ്റങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടും എന്ന് കണ്ടാൽ അവിടെ നമ്മൾക്ക് കഴുകാൻ കഴിയില്ല. അതിന് പകരം എന്ത് ചെയ്തു കൊടുക്കണം? തയമ്മം ചെയ്തു കൊടുക്കണം. പിന്നെ എവിടെ തയമ്മം? ഇപ്പൊ പെറ്റ കുട്ടികൾ, ചെറിയ കുട്ടികൾ മരിച്ചാൽ ആ കുട്ടികളെ കുളിപ്പിക്കുന്ന സമയത്ത് ലിംഗാങ്കര ചർമ്മത്തിന്റെ ഭാഗത്തേക്ക് സുന്നത്ത് കല്യാണം കഴിക്കാത്തത് കൊണ്ട് അവരുടെ ആ ലിംഗത്തിന് മുറിച്ച് പോകേണ്ട സ്ഥലമാണ്. ആ ചർമ്മം മുറിച്ച് കളയേണ്ടതാണ്. ഇപ്പോൾ കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഉള്ളു കഴുകൽ നിർബന്ധമാണ്. ആ ഉള്ളു കഴുകൽ നിർബന്ധമായതുകൊണ്ട് ഈ ചർമ്മം അവിടെ നിന്ന് നീക്കി പിടിച്ച് കഴുകൽ ആ മയ്യത്തിനെ ബുദ്ധിമുട്ടാക്കലാണ്. അപ്പോൾ അതിന് എന്ത് വേണം? ചേലാകർമ്മം ചെയ്യപ്പെടാത്ത പ്രായത്തിൽ മരിച്ച കുട്ടികളെയും തയമ്മം ചെയ്തു കൊടുക്കൽ വാജിബാണ്. പക്ഷെ അവിടെ കുളിയും വേണം. കുളിച്ചതിന് ശേഷം തയമ്മം ചെയ്തു കൊടുക്കുക. അപ്പൊ കുളിപ്പിക്കുകയും വേണം. ഈ ചർമ്മത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം ചേരാത്ത ആ തടസ്സം അവിടെ ഉള്ളതിന് അതിന് പകരം എന്ത് ചെയ്യണം? തയമ്മം ചെയ്തു കൊടുക്കണം. പിന്നെ എവിടെ തയമ്മം? മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആരാ? പുരുഷന്മാരാണ്. വാപ്പ മരിച്ച മക്കള്, മക്കള് മരിച്ച വാപ്പ, അങ്ങനൊക്കെ ചില തെർത്തീബുകൾ ശറഅ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പുരുഷൻ മരിച്ചാൽ പുരുഷൻ കുളിപ്പിക്കണം, സ്ത്രീ മരിച്ചാൽ സ്ത്രീ കുളിപ്പിക്കണം. ഒരു സ്ത്രീ മരിച്ചെടുത്ത് ആ സ്ത്രീയെ മയ്യത്ത് കുളിപ്പിക്കാൻ അന്യപുരുഷന്മാരല്ലാതെ ആരുമില്ല. വലം യഹ്ലുർ വഇല്ലം യഹ്ലുർ ഇല്ലാ അജ്നബിയ്യുൻ. ഒരു പെണ്ണ് മരിച്ചിട്ട് ആ പെണ്ണിനെ മയ്യത്ത് കുളിപ്പിക്കാൻ ആർക്ക് കുളിപ്പിക്കാം? ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യനെ കുളിപ്പിക്കാം, ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം, ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം. അപ്പോ ആങ്ങളക്ക് പെങ്ങളെ കുളിപ്പിക്കാം, പെങ്ങൾക്ക് ആങ്ങളെയും കുളിപ്പിക്കാം. തൊട്ടാൽ ഒന്നു മുറിയാത്ത പുരുഷന്മാരാരും ഇല്ല. എന്നാ അന്യ പുരുഷന്മാരേ ഉള്ളൂ. എങ്കിൽ ആ മയ്യത്തിന് എന്ത് വേണം? കുളിപ്പിക്കാൻ പാടില്ല. എന്തേ? നമ്മളെ വീട്ടിൽ ഒരു പെണ്ണ് മരിച്ചിട്ട് ആ പെണ്ണിനെ മയ്യത്ത് കുളിപ്പിക്കാൻ അന്യ പുരുഷന്മാരല്ലാതെ ഒരൊറ്റ പെണ്ണും തയ്യാറായില്ല. എന്നെ കൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്, എനിക്കാവൂല. അതല്ലെങ്കിൽ അവിടെ പെണ്ണുങ്ങളെ തൽക്കാലം കുളിപ്പിക്കാൻ കിട്ടിയില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്ന് പെട്ടാൽ അന്യപുരുഷന്മാരെ കുളിപ്പിക്കാനുള്ളൂ എങ്കിൽ ആ മയ്യത്തിന് ഫലാ തുഗ്സലു വഇല്ലം യഹ്ലുർ ഇല്ലാ അജ്നബിയ്യുൻ. അന്യപുരുഷന്മാരല്ലാതെ മയ്യത്ത് കുളിപ്പിക്കാനില്ലെങ്കിൽ ഫലാ തുഗ്സലു, ആ മയ്യത്തിന് കുളിപ്പിക്കപ്പെടാൻ പാടില്ല. എന്താ കാരണം? അന്യപുരുഷൻ ഈ പെണ്ണിനെ കാണൽ ഹറാമാണ്.
എന്നിട്ടാപ്പ ഈ റോട്ടുമ്പോ കൂടി നടക്കണത്. ശോനെ ഒരു മുസ്ലിമത്തായ പെണ്ണ് അമുസ്ലിമത്തായ പെണ്ണിനെ കാണുമ്പോ മറയണം. അമുസ്ലിമത്തായ പെണ്ണിനെ മുസ്ലിമത്തായ പെണ്ണ് കാണാൻ പാടില്ല, നിർബന്ധമായും മറയണം. തെമ്മാടിച്ചിയായ ഒരു പെണ്ണിനെ കാണുമ്പോ ദീനിയായ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമുള്ള ഒരു പെണ്ണ്, പേര് മുസ്ലിമത്താണെങ്കിലും തെമ്മാടിച്ചിയായ പെണ്ണിനെ കാണുമ്പോ മറയണേ. അള്ളാഹുവിന്റെ ദീന് നിർബന്ധമായി ശറഅല്ലാഹു അസ്സ വജൽ, ശരീഅത്തുൽ ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഇത് നിർബന്ധ. എന്നിട്ടാ പേരോട്ടം ഫാത്തിമ ബീവി വസിയ്യത്ത് ചെയ്തുന്നാ, സ്വന്തം കുളിച്ച് കടന്നു ഫാത്തിമ ബീവി. ഇന്നെ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കരുതിട്ടാ. ഫാത്തിമ ബീവി വസിയ്യത്ത് ചെയ്യാണ്, ഇന്നെ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കരുത്. എന്റെ ശരീരങ്ങൾ ആർക്കും കാണിച്ചു കൊടുക്കരുത്. ഞാൻ മരിച്ചതിന് ശേഷം, മരണത്തിന് മുമ്പ് എന്റെ ശരീരം അന്യ പുരുഷന്മാർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. മരിച്ചതിന് ശേഷവും എന്റെ ശരീരം ആരും കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എന്റെ മയ്യത്ത് കുളി ഞാൻ തന്നെ കുളിച്ചു കിടക്കും. അങ്ങനെ ഒരാൾക്ക് പറ്റുമോ? നമ്മളെന്നാണ്ട് കുളിച്ചു കിടക്കുക? മരിച്ചതിന് ശേഷം കറാമത്തം നിലക്ക് നമ്മളെന്നെ കുളിച്ചു എന്ന് വെക്കുക. അല്ലെങ്കിൽ ഒരു വലിയ കുളിച്ചാൽ അയാളെ പിന്നെ നമ്മൾ വേറെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു മരണത്തിന് ശേഷം കറാമത്ത് കൊണ്ട് കുളിച്ചതായിട്ട് കിതാബുകളിൽ കാണാം. ഇബ്നു ഹജർ തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ശറഹുൽ മവാഹിബിൽ അൽ ജനായിസിന്റെ അധ്യായത്തിൽ അഹ്മദുൽ ബദവി കറാമത്തോട് കുളിച്ച കഥ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ കുളിച്ച ഫാത്തിമ ബീവി എന്ത് ചെയ്തു? സ്വയം കുളിച്ചു കിടന്നു. ഇനി നിങ്ങൾ ആർക്കും കാണിച്ചു കൊടുക്കരുത്, ആരെ കൊണ്ടും കുളിപ്പിക്കരുത്. ഫാത്തിമ ബീവിനെ കുളിപ്പിച്ചില്ല എന്നാ. അത് ഫാത്തിമ ബീവിന്റെ ഖസായിസ് പെട്ടതാ. അത് ഫാത്തിമ ബീവിന്റെ മാത്രം പ്രത്യേകത. വൽ ഖസായിസു ലാ യുഖാസൂന, ഖസായിസുകൾ ഖിയാസാക്കൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മുടി ഒരാളെ കയ്യിലുണ്ടായിരുന്നു, അത് തീയിലിട്ടപ്പോൾ കരിഞ്ഞില്ല. അത് വിചാരിച്ചിട്ട് വേറെ മുടി കരിയില്ലാന്ന് അതിനർത്ഥമല്ല. വൽ ഖസായിസു ലാ യുഖാസു, ഇത് റസൂലുള്ളാഹിന്റെ ഖസായിസ് പെട്ട. ആ മുടി കരിഞ്ഞില്ലാന്നേ ഉള്ളൂ, അതുകൊണ്ട് വേറെ മുടി കരിയില്ലാന്ന് അതിനർത്ഥമല്ല. ഖസായിസുകൾ ഇതിനോട് ഖിയാസാക്കാൻ പാടില്ല എന്നാ ദീനിന്റെ പ്രമാണം. അങ്ങനെയാ. അള്ളാഹുവിന്റെ റസൂല് നടന്നു പോയ സമയത്ത് നേയലുണ്ടായില്ല, അതുകൊണ്ട് എപ്പോഴും നേയലില്ലാന്നതിന് അർത്ഥമല്ല. അപ്പ നേയലുണ്ടായില്ല എന്ന് ഞാൻ പറഞ്ഞ അർത്ഥം. ആ സന്ദർഭത്തിൽ നേയലുണ്ടായില്ല. അത് ഇന്ത്യൻ കളി മുടി അരിച്ചാൻ പറ്റുമോ? അതൊന്ന് പറയണേ. മസാല ഒന്ന് കേൾക്കട്ടെ. റസൂലുള്ളാഹിന്റെ മുടി അടക്കട്ടെ, എന്റെ മുടി അരിച്ചാൻ പറ്റുമോ? നിങ്ങളെ മുടി തീയിലിടീന് ഹുക്കം എന്താ? എന്നിട്ടല്ലേ റസൂലുള്ളാഹിന്റെ മുടി തീയിലിടല്? അപ്പൊ ഖസായിസ് പറഞ്ഞപ്പോ ഞാൻ അതിലേക്ക് അബദ്ധത്തിൽ ചാടിപ്പോയതാ. ഖസായിസുകൾ ഖിയാസാക്കപ്പെടൂല. ഫാത്തിമ ബീവി കുളിച്ചില്ല, സ്വയം കുളിച്ച് കടന്നിട്ട് അത് വസിയ്യത്ത് ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ നടപ്പാക്കി തരാമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു എന്നാ. പക്ഷെ അത് ചരിത്രത്തിന്റെ വേറെ റിവായത്താണെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് ഫാത്തിമ ബീവി അങ്ങനെ പറഞ്ഞെങ്കിലും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ കുളിപ്പിച്ചു എന്ന് ഇമാം സുയൂത്തി രേഖപ്പെടുത്തി കാണാം. ഏതാവട്ടെ, ഇനി കുളിപ്പിച്ചില്ല എന്നാണോ? എന്നാ അത് ഫാത്തിമ ബീവിന്റെ ഖസായിസിൽപ്പെട്ടതാണ്, പ്രത്യേകതയിൽപ്പെട്ട ഫാത്തിമ ബീവിക്ക് മാത്രമുള്ള ഖസായിസാണ്. അത് വേറൊരാൾക്ക് മാതൃകയാക്കാൻ പാടില്ല. അങ്ങനത്തെ ചില സംഗതി ഉണ്ട്, മാതൃകയാക്കാൻ പറ്റാത്ത ചില. അള്ളാഹുവിന്റെ റസൂൽ എത്ര വിവാഹം ചെയ്തു? 11 ഭാര്യമാരില്ലേ റസൂലുള്ളാഹിക്ക്? അല്ല, 12 ഉണ്ട്. റസൂലുള്ള 12 വിവാഹം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ 12 വിവാഹം ചെയ്തിട്ടുണ്ട്. 9 ഭാര്യമാര് റസൂലുള്ള വഫാത്തായ സമയത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഒരു ഭാര്യ, നിർഭാഗ്യവതിയായ പെണ്ണ്, റസൂലുള്ളാഹിയെ കൂടെ വീട്ടിൽ കൂടാൻ താല്പര്യപ്പെട്ടില്ല, അതുകൊണ്ട് തലാഖ് ഒഴിവാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് ചരിത്രത്തിൽ അങ്ങനെ എപ്പോഴും പറയലില്ല എന്ന് മാത്രം. 12 എണ്ണം അള്ളാഹുവിന്റെ റസൂൽ വിവാഹം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പെണ്ണ് നബിന്റെ കൂടെ വീട്ടിൽ കൂടാൻ താല്പര്യപ്പെട്ടില്ല. എന്തോ ആ പെണ്ണിന്റെ ഭാഗ്യക്കേട്, അള്ളാഹുവിന്റെ റസൂൽ ആ പെണ്ണിനെ ഒഴിവാക്കി, തലാഖ് ഒഴിവാക്കി. ബാക്കിയുള്ള 11 ചർച്ചയിൽ സാധാരണ നമ്മൾ പറയാറുള്ളൂ. ഈ 11 ഭാര്യമാർ റസൂൽ ഖുർആൻ എന്തേ പറഞ്ഞത്? ഒരാൾക്ക് 4 ഭാര്യയെ പറ്റുള്ളൂ. ഒരേ ടൈമിന് 10,000 ഒരാൾക്ക് കെട്ടാം, പക്ഷെ ഒരേ ടൈമിൽ 4 പറ്റുള്ളൂ. ഒരേ സമയത്ത് 4 പറ്റും. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയല്ലേ 11 എണ്ണം? ഇത് വേറൊരാൾക്ക് മാതൃകയാക്കാൻ പറ്റുമോ? പറ്റില്ല.
അത് റസൂലുള്ളാഹിന്റെ ഖസായിസുകളിൽപ്പെട്ട ചില സംഗതി. അള്ളാന്റെ റസൂലിന് തഹജ്ജുദ് ഫർദായിരുന്നു അഭിപ്രായമുണ്ട്. നമുക്ക് തഹജ്ജുദ് ഫർദുണ്ടോ? ഇല്ല. അപ്പൊ ഫാത്തിമ ബീവിന്റെ ചരിത്രത്തിൽ ഈ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ മൂടി വെക്കണ സ്വഭാവം ഫാത്തിമ ബീവി ഉണ്ടാക്കിയത് എന്നാ. മയ്യത്ത് കൊണ്ടുപോകണ വർത്താനം പറയുമ്പോൾ നമുക്ക് അവിടെ വെച്ച് പറയാം. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് ആണാണെങ്കിൽ മൂടേണ്ട ആവശ്യം ഇല്ല, മൂടിയിച്ചിട്ട് തെറ്റൊന്നുമില്ല. മയ്യത്ത് പെണ്ണാണെങ്കിൽ മൂടിക്കൊള്ളണം, നിർബന്ധമായും മൂടണം. മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് പെണ്ണാണോ ആ മയ്യത്തിന്റെ തടിയും പൊക്കവും മയ്യത്ത് കട്ടിലിൽ കിടക്കണ മയ്യത്തിന്റെ ഷേപ്പ് കണ്ടിട്ട് എടാ നല്ല ഷേപ്പുള്ള ശരീരം ആക്കെ ജീവിച്ചിരിക്കണ കാലത്ത് എവിടെയിരുന്നു? ആരെങ്കിലും വല്ല കൊസറ കൊള്ളികളും ഉണ്ടാവും. മരിച്ചാൽ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാട്ട് മോർച്ചറിന്ന് ബന്ധപ്പെട്ട മനുഷ്യന്മാരുള്ള ലോകത്തല്ലേ നമ്മൾ ജീവിക്കണത്. മോർച്ചറി കിടക്കുന്ന ഡെഡ് ബോഡിന്റെ മുകളിൽ കയറിയിട്ട് ഇവന്റെ ലിംഗത്തിന് ഉദ്ധാരണമുണ്ടായെങ്കിൽ മനുഷ്യനാണോ ഇവൻ? വൃത്തികെട്ടവൻ. ആ ബോഡിന്റെ മരിച്ചു കിടക്കണ മയ്യത്തിന്റെ മുകളിൽ കിടന്നിട്ട് ആ പെണ്ണിനെ ബന്ധപ്പെടാൻ ഒരു മോർച്ചറിക്ക് കയറി ചെന്ന ഒരു ചങ്ങാതിക്ക് കഴിഞ്ഞെങ്കിൽ അള്ളാന്റെ ശരീഅത്തുൽ ഇസ്ലാം നേരത്തെ തന്നെ വാതിലടച്ചു. ഈ കൊണ്ടുപോണ മയ്യത്തിനെ കണ്ടിട്ട് അതിന്റെ ബോഡി ഷേപ്പ് കണ്ടിട്ട് ആരെങ്കിലും ഖബറ് മാന്തിയിട്ടെങ്കിലും അതിന്റെ ഉള്ളിൽ കടന്നിട്ട് വല്ലതും ചെയ്താലോ പേടിക്കണം. അതിന് വേറാക്കുന്നതാണ്. അതുകൊണ്ട് ഫാത്തിമ ബീവി എന്ത് ചെയ്തു അറിയോ? അബിസീനിയയിലെ പെണ്ണുങ്ങള് മയ്യത്ത് കൊണ്ടുപോണ രംഗം ഫാത്തിമ ബീവി കണ്ടു. ഫാത്തിമ ബീവി കണ്ടപ്പോ ആ മയ്യത്ത് മൂടിയിട്ടില്ലായിരുന്നു. ഉടനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ മയ്യത്ത് അങ്ങനെ കൊണ്ടുപോകരുത്, നിങ്ങൾ മൂടിയിട്ടേ കൊണ്ടുപോകാവൂ. എന്റെ ബോഡി ഷേപ്പ് വേറൊരാൾ കാണാൻ, മരിച്ചതിന് ശേഷം കഫൻ ചെയ്തിട്ട് പോലും എന്റെ ബോഡി ഷേപ്പ് വേറൊരാൾ കാണരുത് എന്ന് ഫാത്തിമ ബീവി വസിയത്ത് ചെയ്യുകയും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയും അക്കാര്യം ഞാൻ ഏറ്റു, അത് ഞാൻ നടപ്പാക്കി തരാം എന്ന് പറയുകയും ദീൻ അവിടെ മുതൽക്ക് ശരീഅത്തിന്റെ നിയമമായിട്ട് അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു. നോക്കണം, ആ പെണ്ണുങ്ങള് അള്ളാന്റെ ദീനും ശരീഅത്തും സൂക്ഷിച്ച പെണ്ണുങ്ങളെ അവസ്ഥയാണിത്. എന്നിട്ടാണ് ഇപ്പൊ നമ്മളെവിടുത്തെ പെണ്ണുങ്ങള് ഈ ടൗണിൽ റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 പർച്ചീസും 10 എന്ന എറണാകുളത്ത് പേര്. റഹ്മത്തിന്റെ 10 കഴിഞ്ഞ് ചെയ്യാൻ പോവാണ്. മഗ്‌രിബോടുകൂടി കഴിഞ്ഞ് അല്ലാഹുമ്മ റഹംനി അസർക്കും കൂടിയേ ചെല്ലുള്ളൂ. മഗ്‌രിബ് മുതൽക്ക് അല്ലാഹുമ്മ ഇന്ന് 10 അല്ലേ, അല്ലാഹുമ്മ ഇഗ്ഫിർലി തുടങ്ങി 10. ഒന്നാമത്തെ 10 കഴിഞ്ഞ്, ഒന്നാമത്തെ 10 റഹ്മത്തിന്റെ 10, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10, മൂന്നാമത്തെ 10 പർച്ചീസും 10. അവിടെ എറണാകുളത്തുള്ള എല്ലാ ശ്രീമാട്ടി, ജയലക്ഷ്മി, പാർത്താസ് തുടങ്ങി എല്ലാ കടകളിലും കയറി നോമ്പറക്കാനൊക്കെ എന്ത് സൗകര്യം എന്നറിയോ? മുസ്ലിം പെണ്ണുങ്ങൾക്ക് കയറി വരാം. എന്നിട്ട് രാവിലെ അങ്ങോട്ട് പോയാൽ പെരുന്നാക്കുള്ള സാധനം എടുക്കാൻ ആര് പെണ്ണുങ്ങളെ ഈ ഫാത്തിമ ബീവിന്റെ കൂടെ നാളെ സ്വർഗത്ത് പോകാൻ ശഫാഅത്ത് മോഹിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഈ ഫാത്തിമ ബീവിയൊക്കെ ഈ കോലത്തിൽ. അപ്പോ മയ്യത്തിന് തയമ്മം ചെയ്തു കൊടുക്കണം. അന്യപുരുഷന്മാരല്ലാതെ കുളിപ്പിക്കാനില്ലെങ്കിൽ മയ്യത്തിന് തയമ്മം ചെയ്തു കൊടുക്കണം. ഇനി കുളിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ഇനി നാളാക്കാം. വയ്യ, കുളിയോടെ നിൽക്കട്ടെ. അങ്ങനെ മയ്യത്ത് പരിപാലനം കുറെ നിങ്ങൾ ഒരുപാട് വിഷയമുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ച് നമുക്ക് പറഞ്ഞിട്ട് മതി ഖബർക്ക് പോകാൻ. പെട്ടെന്നാണ് ഖബർക്കാണ് ചാടിയാലൊന്നും ശരിയാവില്ല. ആശുപത്രിയിൽ വെച്ച് മരിക്കുന്ന മയ്യത്തൊക്കെ അവർ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണല്ലോ പതിവ്. കുളിപ്പിക്കാതെ കൊണ്ടുപോകുന്ന കാരണത്താൽ ആശുപത്രി പരിസരവാസികൾ കുറ്റക്കാരാകുമെന്നാണ് പറയേണ്ടത്. ആശുപത്രി പരിസരവാസികൾ കുറ്റക്കാരാകുമോ? വളരെ പേടിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ സംഘടനകളൊക്കെ എന്ത് ചെയ്യലുണ്ട്? ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട മയ്യത്തിനെ അവിടെ വെച്ച് കുളിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ചെയ്യാറുണ്ട്. ഏറ്റവും സൂക്ഷ്മത അത് തന്നെയാണ്. സൂക്ഷ്മത അങ്ങനെ തന്നെയാണ്. പിന്നെ ചില ഫുഖഹാഇന്റെ ഒക്കെ ചില അഭിപ്രായം അനുസരിച്ച് കുറ്റക്കാരാകൂല എന്നുള്ള അഭിപ്രായത്തിലാണ് ഇപ്പൊ നമ്മൾ പിടിക്കണത്. ഒരു കൗല് അങ്ങനെ പിടിച്ചിട്ടാണ് ഇപ്പൊ ചെയ്യണത്. ചോദ്യം മനസ്സിലായില്ല. മദ്രസയിൽ സ്വലാത്ത് ചൊല്ലൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നാണ്. അതിനെന്താ കുഴപ്പം? അങ്ങനെ സ്വലാത്ത് ചെല്ലുന്നതിന് എന്താണ് വിരോധം? ചോദ്യം മനസ്സിലായില്ല എനിക്ക്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നാണ് സ്വലാത്ത് ചൊല്ലൽ. ഓ
ആ ഹാ തെറ്റന്നെ. ഇപ്പൊ ആര് ചെല്ലിയാലും ശരി തെറ്റാണ്. ഹാ മുഹമ്മദ് എന്ന് ചെല്ലൽ തെറ്റാണ്. മുഹ എന്ന് വേണം. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്തുതിക്കപ്പെടേണ്ട എന്തുണ്ടോ അതിനൊക്കെ അർഹൻ. അതൊന്നും ഒരു വാക്കിൽ പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റില്ല. എന്തെല്ലാം സ്തുതിക്കപ്പെടേണ്ടതായ സൽഗുണങ്ങളുണ്ടോ അത് മുഴുവനും സമ്മേളിച്ച വ്യക്തി. ആ സ്ഥാനത്ത് മുഹമ്മദ് എന്നായാൽ കരിക്കട്ടയായി പോയ വസ്തുവിനാണ് മുഹമ്മദ് എന്ന് പറയാം. അപ്പൊ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കരിക്കട്ട എന്നാവും. ഹാ പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നിടത്തുള്ള ചില വ്യത്യാസങ്ങളും ആവാം. അതും ഈ റസൂലുള്ളാഹിന്റെ ഹദീസുകളിലൊക്കെ ഉണ്ട്. ഒരു ഇമാം ഫാത്തിഹ ഓതുന്നത് കേട്ടിട്ട് നമ്മൾ കുറച്ച് തജ്വീദ് പഠിച്ച ആളാന്ന് വിചാരിച്ച് കണ്ടോൽക്കൊക്കെ തെറ്റുപിടിക്കാൻ നടക്കരുത്. വളരെ സൂക്ഷിച്ചേ തെറ്റുപിടിക്കാവൂ. അയാളുടെ ഖിറാഅത്തിന്റെ സ്വഭാവം അയാളുമായി ഡിസ്കസ് ചെയ്യാതെ അയാൾ ഖിറാഅത്തിൽ തെറ്റുണ്ട് എന്ന് അങ്ങനെയാണ് പറഞ്ഞുകൂടാ. അതൊക്കെ വലിയ അപകടമാണ്. അപ്പൊ അതായത് നേരിട്ട് നമ്മൾ ചോദിക്കുക, നിങ്ങളിത് ഇങ്ങനെ ചെല്ലണ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മുഹമ്മദ് എന്നാണ്. എൻ്റെ തകരാറായിരിക്കാം. അപ്പൊ ഞാനതാ ധാരണ തിരുത്താൻ വേണ്ടി പറയാണ്. ഞാൻ അങ്ങനെ കേൾക്കണത്. അപ്പോൾ അങ്ങനെ തന്നെയാണോ, അത് നിങ്ങൾ പറയുന്നിടത്തോളം വ്യത്യാസം ഉണ്ടോ നല്ലവർക്ക് ചോദിക്കാലോ. അങ്ങനെ ചോദിച്ചിട്ട് തിരുത്താനുള്ള ശ്രമം നമുക്ക് നടത്താം. മുഹമ്മദ് എന്ന് ആര് പറഞ്ഞാലും തെറ്റാണ്. മുഹമ്മദ് എന്ന് തന്നെ പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ബാക്കി നാളെയാവാം. അള്ളാഹു അവന്റെ ദീൻ ഹഖ് പോലെ പറയാനും അത് കേട്ട് അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പറയുന്നതൊക്കെ ജീവിതത്തിൽ പകർത്തി ഒരു നല്ല ജീവിതം നയിക്കാൻ റഹ്മാനുർ റഹീമായ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. ജീവിതത്തിൽ എത്ര കാലം എവിടെയെല്ലാം എപ്പോഴെല്ലാം വഅദ് പറഞ്ഞിട്ടുണ്ടോ ആ വഅദ് മുഴുവനും ആഖിറത്തിന് ഉപകരിക്കുന്നതാക്കണം. പറഞ്ഞ വഅദിന്റെ പേരിലും ഞങ്ങൾ നടത്തിയ ക്ലാസിന്റെ പേരിലും ആഖിറത്തിൽ ഞങ്ങൾ കൈകടിക്കേണ്ട ഒരു ദുഃഖകരമായ അവസ്ഥ ഞങ്ങളിൽ ഉണ്ടാക്കരുതേ. ഞങ്ങൾ എന്തെല്ലാം എവിടെയെല്ലാം മജ്‌ലിസുകളിൽ വഅദ് പറഞ്ഞുവോ അത് മുഴുവനും പരലോകത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷകരമായി കൺകുളർമയാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളും അവരുടെ കുടുംബാദികളും, ഞങ്ങൾ കിതാബോധി പഠിക്കുന്ന കാലത്തും ഇപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം തന്ന്, വസ്ത്രം തന്ന്, കിതാബ് തന്ന്, കാശ് തന്ന്, സ്നേഹം തന്ന് പെരുമാറിയവർ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ചെറുതും വലുതുമായ ഉപകാരങ്ങളും സ്നേഹങ്ങളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ, ഞങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെല്ലാം വസ്തുക്കൾ ആരെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ടോ, പടച്ചവനെ അവരെയും ഞങ്ങളെയും നീ പൊരുത്തപ്പെടണേ റഹ്മാനേ. കഴിഞ്ഞ കാല ജീവിതത്തിൽ നിനക്ക് പൊരുത്തപ്പെടാത്ത എന്തൊക്കെ ഞങ്ങളിൽ നിന്ന് വന്നോ അത് മുഴുവനും നീ മാപ്പാക്കി തരണം റഹ്മാനേ. ഇനിയുള്ള ജീവിതത്തിൽ നിനക്ക് പൊരുത്തപ്പെടാത്ത വല്ലതും സംഭവിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. നിന്റെ ത്വാഅത്തിനും പൊരുത്തത്തിനുമായി ഞങ്ങൾക്ക് ദീർഘകാലം ആഫിയത്തോടെ ജീവിക്കാനുള്ള ആയുസ് നീട്ടിത്തരണേ റഹ്മാനേ. നമ്മളെ രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനേ. മുറിക്കുന്ന രോഗം തരല്ലേ റബ്ബേ. ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ശബ്ദം വിദേശ നാടുകളിൽ തത്സമയം എത്തിച്ചു കൊടുക്കുന്ന ഞങ്ങളെ പ്രവർത്തകർക്കും തത്സമയം ഇത് ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമ്പ്യൂട്ടറുകളിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും റേഡിയോയിലൂടെയും കേട്ടുകൊണ്ട് ക്ലാസ് മനസ്സിലാക്കുന്ന ഞങ്ങളെ സഹോദരങ്ങൾക്കും പ്രവാസികൾക്കും വലിയ ബർക്കത്ത് നീ ചെയ്തു കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളെ ആലിമീങ്ങൾ, സംഘടനാ പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിന്റെ സയ്യിദന്മാർ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുമ്പോൾ തുച്ഛമായ ശമ്പളം കിട്ടുന്ന സന്ദർഭത്തിൽ സ്വന്തം നഫ്സിനെയും കുടുംബത്തെ പോലും മറന്ന് നിന്റെ ദീനിനെയും സംഘടനയും സ്ഥാപനങ്ങളെയും ആലിമീങ്ങളും സയ്യിദന്മാരെയും പ്രവർത്തകരെയും സഹായിക്കുന്ന പ്രവാസികളെ ഒരിക്കലും നീ കൈവിടരുതേ തമ്പുരാനെ. അവർക്ക് നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനേ. വിദേശ നാടുകളിൽ വെച്ച് അവരെ നീ മരിപ്പിക്കരുതേ റഹ്മാനേ. വിദേശ നാടുകളിലുള്ള അവരുടെ ജീവിതത്തിന്റെ എന്ത് വിഷമങ്ങൾ വരുന്നോ അതൊക്കെ നീ തട്ടിമാറ്റി എല്ലാ അർത്ഥത്തിലുമുള്ള സുഖവും സന്തോഷവും നീ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ തമ്പുരാനെ. കുടുംബത്തെയും വിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ അവർ ജീവിക്കുമ്പോൾ അവിടെ വെച്ചവരെ മരിപ്പിക്കരുതേ റബ്ബേ. ഹജ്ജിന് പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ റബ്ബേ. ഹജ്ജിന് പോകാൻ തൗഫീഖ് തരണേ തമ്പുരാനെ. ഞങ്ങളെ കൂടെ ഹജ്ജിന് വന്ന ഉംറക്ക് വന്ന അനവധി സഹോദര സഹോദരിമാരുണ്ട്. അവർക്കും നീ ദോഷം പൊറുക്കണേ തമ്പുരാനെ. ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനെ. സ്വർഗം നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. പരിശുദ്ധ റമദാനിന്റെ റഹ്മത്തിന്റെ 10 ഞങ്ങളോട് വിട പറയുന്ന മജ്‌ലിസാണ് ഞങ്ങൾക്കിത്. അല്ലാഹുവേ, റഹ്മത്തിന്റെ 10 നീ നിന്റെ അടിമക്ക് എന്ത് റഹ്മത്തുകളെല്ലാം നൽകിയോ ഞങ്ങൾക്കതൊന്നും തടയരുതേ തമ്പുരാനെ. നിന്റെ എല്ലാവിധ റഹ്മത്തും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ.
ഈ പരിശുദ്ധമായ റഹ്മത്തിന്റെ 10 ഞങ്ങളോട് വിട പറയുമ്പോൾ പൂർണ്ണമായും അത് അനുഭവിച്ച, നിന്റെ റഹ്മത്ത് എത്ര കണ്ട് നീ കൊടുക്കുന്നുവോ അത് അല്പം പോലും ചോർന്നു പോകാതെ മുഴുവനും നേടിയെടുത്ത സ്വാലിഹീങ്ങളിൽ ഞങ്ങളിവിടെ എണ്ണിപ്പറഞ്ഞ മുഴുവൻ ആളുകളെയും നീ പെടുത്തി തരണം തമ്പുരാനെ. റമളാനിൽ നീ നരകത്തുനിന്ന് മോചിപ്പിക്കുന്ന മഹാന്മാരിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും കാമിലായ ഈമാനോടെ മരിപ്പിച്ച് ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനേ. നാളെ സ്വർഗലോകത്തിൽ നിന്റെ ഹബീബിന്റെ ജിവാറിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി, ഞങ്ങളിവിടെ എണ്ണിപ്പറഞ്ഞ മുഴുവനാളുകളെയും ഒരുമിച്ച് കൂട്ടി ഞങ്ങൾക്ക് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറാഫഖത്തും നിന്റെ ലിഖാഉം തന്ന് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീം. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد